Good evening. Online audible ആണോ? ഓക്കെ, ഓൾ റൈറ്റ്. അപ്പം നമുക്ക് ഇന്നത്തെ ഡെമോ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്കലി ഡെമോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള സർട്ടൻ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം പറയാം. ആൻഡ് ദെൻ വി വിൽ മൂവ് ഓൺ ടു ദ ഡെമോ സെഷൻ. ബേസിക്കലി നമ്മളുടെ സോഷ്യോളജി ഓപ്ഷണൽ ക്ലാസ്സസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മൺഡേ തൊട്ടിട്ട് റെഗുലർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. ആക്ച്വലി ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ ആയിരിക്കും. ഇന്നും നാളെ എടുക്കുന്നതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും മൺഡേ ഓൺവേർഡ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ആൻഡ് എല്ലാ ദിവസവും ക്ലാസ്സസ് വരുന്നത് അറൗണ്ട് 6:30 to 8 ആയിരിക്കും ഇനീഷ്യലി ഉണ്ടാവുക. ബട്ട് ലേറ്റസ്റ്റ് സ്റ്റേജസിനകത്ത് 6:30 to 8:30 ആയിരിക്കും ക്ലാസ്സസ് വരിക. അറൗണ്ട് ഒരു 6 months നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാവും. ബൈ എൻഡ് ഓഫ് ഡിസംബർ ആയിരിക്കും നമ്മളെ ക്ലാസ്സസ് തീരുന്നത്. ആൻഡ് വൺ തിങ് ദാറ്റ് ഐ വോണ്ട് ടു മേക്ക് ക്ലിയർ റൈറ്റ് അറ്റ് ദ ബിഗിനിങ് ഇസ്, നമ്മളുടെ കോഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, വീട്ടിൽ പോവുക, എല്ലാ ദിവസവും 6:30 മുതൽ 8 മണി വരെ ഇവിടെ ഹാജരാവുക എന്നുള്ളതല്ല. മറിച്ച് നമ്മൾ ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു ദാറ്റ് ഓഫ് ഓപ്ഷണൽസ്. അത് നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കൂൾ ഓഫ് പീരിയഡ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് ക്ലാസ്സിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. അതല്ലാതെ ഓരോ ചാപ്റ്റർ തീരുമ്പോഴും നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാവും. മിനി ടെസ്റ്റ് ആയിരിക്കും, അറൗണ്ട് ഒരു 80 മാർക്സിൻ്റെ ഒക്കെ പേപ്പർ ആയിരിക്കും. അപ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ടെസ്റ്റ് ഉണ്ടാവും. ടെസ്റ്റിന് ശേഷം നിങ്ങൾക്ക് ഫീഡ്ബാക്സും ഇവാലുവേഷനും ഡിസ്കഷനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇസ് ആൻസർ റൈറ്റിംഗ്. ആൻഡ് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ആൻസർ റൈറ്റിംഗ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. ഇത് പറയുന്നതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, എല്ലാവർക്കും എഴുതാൻ മടിയാണ് അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുതാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ജനറലി നമ്മൾ കണ്ടിരിക്കുന്നത് എല്ലാവർക്കും എഴുതാൻ നല്ല മടിയാണ്. ഇവൺ ഞാനും അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കേണ്ടി വരുന്നത്. ഓക്കെ, അതുകൊണ്ട് എൻ്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം, എഴുതാൻ യാതൊരു മടിയും കാണിക്കരുത്. ഓക്കെ, ഞാൻ ഇതിനു മുമ്പുള്ള ഡെമോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഡെമോയിലും ഞാൻ പറയുന്ന കാര്യമാണ്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിലകത്ത് എൻ്റെ ഫസ്റ്റത്തെ ടെസ്റ്റ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത് UPSCയുടെ മെയിൻസ് ആണ്. ഓക്കെ, അതുവരെ ഞാൻ ടെസ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല. കാരണം ആ സമയത്ത് ഞാൻ ആലോചിച്ചു, എന്തിനാ ഈ ആൻസർ ഒക്കെ എഴുതുന്നത്? നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആൻസർ എഴുതാമല്ലോ, നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പം നേരിട്ട് UPSC പോയി എഴുതാം എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ കാര്യം നന്നായിട്ട് തീരുമാനമായി. എൻ്റെ മെയിൻസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, ഫസ്റ്റ് മെയിൻസും ആയിരുന്നു. ഒരു മൂന്നാമത്തെ അറ്റംപ്റ്റ് ഒക്കെ എത്തിയപ്പോഴാണ് എനിക്ക് ശരിക്കും ഈ ആൻസർ റൈറ്റിങ്ങിന് വലിയ റോൾ ഉണ്ട് എന്നുള്ള ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കുമ്പോൾ കുറച്ചൊന്ന് വൈകിപ്പോയി. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ പ്രോസസ്സിൽ ഒരു ആൻസർ റൈറ്റിങ്ങിന് ഞാൻ കൊടുത്ത ഇമ്പോർട്ടൻസ് കുറവായതുകൊണ്ട് ഇനീഷ്യൽ 2 attempts എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഓൾ റൈറ്റ്, അപ്പോൾ ആ ഒരു ഗതി നിങ്ങൾക്ക് വരാൻ പാടില്ല. തുടക്കം തൊട്ടിട്ടേ നമ്മൾ ആൻസർ റൈറ്റിങ്ങിന് ഫോക്കസ് ചെയ്ത് കൃത്യമായ ആൻസേഴ്സ് എഴുതിയാൽ നിങ്ങൾക്ക് ബൈ എൻഡ് ഓഫ് ദ കോഴ്സ് നിങ്ങൾ അത്യാവശ്യം ആൻസർ റൈറ്റിങ്ങിൽ സെറ്റ് ആവും. ആൻഡ് വൺ മോർ തിങ്, ഞാനിപ്പം തന്നെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാനും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. യു ഷുഡ് നോട്ട് എക്സ്പെക്ട് റിസൾട്ട്സ് ഇൻ 1 or 2 months. ഓക്കെ, കാരണം ഫോർ ദിസ് എക്സാം നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ കോളേജിലും സ്കൂളിലും എഴുതിയ എക്സാംസിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണ് വെൻ ഇറ്റ് കംസ് ടു UPSC. അത് GS ആയിക്കോട്ടെ, ഏത് ഓപ്ഷണലും ആയിക്കോട്ടെ, സോഷ്യോളജിയും ഇൻ ദാറ്റ് കേസ് സിമിലർ ആണ്. നമ്മൾ സാധാരണഗതിയിൽ സ്കൂളിലും കോളേജിലും എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ ഒരു ബുക്ക് ഉണ്ടാവും, ആ ബുക്ക് നന്നായിട്ട് ഇരുന്ന് പഠിക്കുന്നു, ക്വസ്റ്റ്യൻ ആ ബുക്കിലുള്ള കണ്ടന്റിൻ്റെ അതേപോലെ ചോദിക്കുന്നു. നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് അത് പഠിച്ചിട്ടുണ്ടോ അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, എന്നാൽ UPSCയിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കും, എന്നാൽ ക്വസ്റ്റ്യൻ എപ്പോഴും നിങ്ങളെ കുഴപ്പിക്കുന്നതായിരിക്കും. കുഴപ്പിക്കുക ഇൻ ദ സെൻസ് കരുതിക്കൂട്ടി അങ്ങനെ ചെയ്യുന്നതല്ല. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ചെക്ക് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഡയറക്റ്റ് ആയിരിക്കില്ല. ഹാർഡ്ലി 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചിന്തിച്ച് കണക്ട് ചെയ്ത് എഴുതേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം നിങ്ങളുടെ യൂഷ്വൽ ഒരു റിക്കലക്ഷൻ റിപ്രൊഡക്ഷൻ മോഡൽ ഉണ്ടല്ലോ, ബുക്ക് പഠിക്കുക, ബുക്കിനെ ആലോചിക്കുക, ബുക്കിലെ 10 പോയിന്റ് മനസ്സിലുണ്ടാവും, നിങ്ങൾ അടിവരയിട്ട കളറിൻ്റെ ആ ഇങ്കിൻ്റെ കളർ വരെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ആ പച്ച കളറിൽ ഞാൻ അടിവരയിട്ട പോയിന്റ് എന്നൊക്കെ പറഞ്ഞായിരിക്കും നിങ്ങൾ ഓർക്കുക. അത് അതേപോലെ ഈച്ച കോപ്പി എന്നൊക്കെ പറയുന്ന പോലെ എഴുതുക. അങ്ങനെയല്ല ഇവിടെ. നിങ്ങളിപ്പോൾ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി പഠിക്കും.
പക്ഷെ ചോദ്യം വരാൻ പോകുന്നത് ഇസ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി റെലവെന്റ് ഇൻ മോഡേൺ സൊസൈറ്റി. അപ്പോൾ എന്ത് ചെയ്യണം, ആ പെർസ്പെക്റ്റീവ് ഇന്നത്തെ സൊസൈറ്റിയിലുള്ള ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് ആപ്ലിക്കബിൾ ആവുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, കൃത്യമായി ആലോചിച്ച് എഴുതേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ അതിനൊക്കെ എന്ത് വേണം, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നാച്ചുറലായിട്ട് വരുമോ? അങ്ങനെ വരുന്ന ആൾക്കാരെ ഞാൻ അധികം കണ്ടിട്ടില്ല. വളരെ റെയറായിട്ട് 1-2 ആൾക്കാർ ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്തായാലും നിങ്ങൾ അങ്ങനെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കണ്ട. ഓക്കെ, നിങ്ങൾ ആരും അങ്ങനെയല്ല, അങ്ങനെ തന്നെ വിശ്വസിക്കുക. എന്നിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ പറയുന്ന പോലെ പൊന്നിങ്ങനെ ഉരച്ച് റെഡിയാക്കി എടുക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം, എഴുതി റെഡിയാക്കണം. ആൻഡ് ആ എഴുതുമ്പം നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ജനറലി പറയുന്നുണ്ടല്ലോ, സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇൻ ജനറൽ ജനങ്ങളുടെ അറ്റൻഷനും അതേപോലെ പേഷ്യൻസും ഒക്കെ വളരെ കുറവാണെന്നുള്ളത്. സിവിൽ സർവീസ് എന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ക്വാളിറ്റി തിരിച്ചു കൊണ്ടുതരും. നിങ്ങളുടെ പേഷ്യൻസിനെ, നമ്മളേതോ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ക്ഷമയുടെ നെല്ലിപ്പലകെ എന്ത് ചെയ്യും, ഇത് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ആദ്യത്തെ ടെസ്റ്റ് എഴുതും, ഞാൻ ചിലപ്പോൾ നിങ്ങളടുത്ത് ഫീഡ്ബാക്കിൽ പറയും പോരാ, ഇങ്ങനെ എഴുതിയാൽ പോരാ. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയില്ല. പക്ഷെ നിങ്ങൾ മോശമായിട്ട് എഴുതിയാൽ ഞാൻ എന്തേ പറയുള്ളൂ, മോശമാണെന്നേ പറയുള്ളൂ. അത് നന്നായിട്ട് പറയും ചെയ്യും. ഓക്കെ, അപ്പം എനിക്കൊരു സാഡിസ്റ്റിക് പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ നന്നാവണം, നിങ്ങൾ നന്നായിട്ട് എഴുതണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമായിരിക്കും. അപ്പം നിങ്ങൾ അത് എഴുതിയിട്ട് വീണ്ടും തിരിച്ചു വരും. ചിലപ്പം ഞാൻ റീറൈറ്റ് ചെയ്യിപ്പിക്കും നിങ്ങളെ കൊണ്ട്. അപ്പം നിങ്ങൾ റീറൈറ്റ് ചെയ്തിട്ട് വരും. അപ്പോഴും ഞാൻ ചിലപ്പോൾ നിങ്ങളടുത്ത് പറയും അത്ര ശരിയായില്ല, കുറച്ചും കൂടി എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ 2ാമത്തെ ടെസ്റ്റ് എഴുതും, 3ാമത്തെ ടെസ്റ്റ് എഴുതും. ഇതിലൊന്നും ഫീഡ്ബാക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും ചിലപ്പോൾ ഞാൻ പറയുന്നത് സെയിം പോയിന്റ് ആയിരിക്കും. ഇതിങ്ങനെ പോരാ, ഇതിങ്ങനെ എഴുതണം, അതങ്ങനെ എഴുതണം, നിങ്ങൾ കണക്ട് ചെയ്ത് ശരിയായില്ല. ഇനി എഴുതുമ്പം തന്നെ നിങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാവും. കറക്റ്റ് കണ്ടന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ എഴുതാനിരിക്കുമ്പോൾ ഫുള്ള് ബ്ലാങ്ക് ആവും. ഓക്കെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്ന് 2-3 ടെസ്റ്റ് കഴിയുമ്പം സാധാരണഗതിയിൽ അവിടുന്നാണ് ഒരു ബ്രേക്കിംഗ് പോയിന്റ്. ചില ആളുകൾ അതോടെ പരിപാടി നിർത്തും. എന്ത്, എഴുത്ത്. ഓക്കെ, എഴുത്ത് നന്നായില്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. എന്താണ്, എഴുത്ത് നിർത്തിയാൽ പോരെ, പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ എഴുത്ത് നിർത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, നിങ്ങളെ മൊത്തം അവിടെ തീർന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതാതെ നിങ്ങൾ റെഡി ആവില്ല. പഠിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല. ഇപ്പം മെയിൻസിന്റെ ടെസ്റ്റ് സീരീസിന്റെ സീസണാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടെസ്റ്റ് സീരീസിൽ മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മളെ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ഉണ്ടല്ലോ, മെയിൻസ് എഴുതുന്ന ആൾക്കാർ, കൃത്യമായി ആൻസർ റൈറ്റിംഗ് ബാച്ചിലുള്ള സമയത്തൊക്കെ എഴുതി വന്ന പിള്ളേരുടെ ആൻസേഴ്സും, എന്നാൽ അങ്ങനെ എഴുതാതെ പ്രിലിംസിലേക്ക് ഫോക്കസ് ചെയ്ത് എഴുതാതെയൊക്കെ നിന്ന് ഇപ്പം ടെസ്റ്റ് സീരീസിൽ വന്നപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാതെ എഴുതുന്നവരുടെ ആൻസേഴ്സും രാവും പകലും പോലുള്ള വ്യത്യാസം കാണാൻ പറ്റും. ഓക്കെ, അവർ തന്നെ വന്നിട്ട് പറയും ചെയ്യും അന്നേ എഴുതിയാൽ മതിയായിരുന്നു. അത് പറയാൻ എളുപ്പമാണ്, പക്ഷെ പോയ സമയം നമുക്ക് തിരിച്ചു കിട്ടുമോ? ഇല്ല. അപ്പം ഇതൊക്കെ ഞാൻ നിങ്ങളെ ഉപദേശിയാവുന്നതല്ല, പക്ഷെ ഇതൊക്കെയാണ് ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ എല്ലാവരും വരുത്തുന്ന മിസ്റ്റേക്സ് ആണ്. അപ്പം അതുകൊണ്ട് അതൊന്നും നിങ്ങൾ കമ്മിറ്റ് ചെയ്യരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എല്ലാ ബാച്ചിലും വെക്കുന്ന ഒരു ഓഫർ ഉണ്ട്. നിങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരും എല്ലാ ടെസ്റ്റും ഓക്കെ കൃത്യമായി എഴുതിയാൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ നിങ്ങൾക്ക് ട്രീറ്റ് തരും. ഒരിക്കലും നടക്കൂല എന്നുള്ളതാണ്, അതല്ലേ എൻ്റെ കോൺഫിഡൻസ്. അല്ലെങ്കിൽ ഞാൻ പറയോ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ ട്രീറ്റ് തരുമെന്ന് ഞാൻ പറയില്ലല്ലോ. ഓക്കെ, പക്ഷേ ഞാനിത് വാക്കാണ് സത്യം. നമ്മളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ പോലെ വാക്കല്ലേ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ പോലെ എന്താണ്, നിങ്ങൾ കൃത്യമായിട്ട് ഈ ബാച്ചിലുള്ള എല്ലാവരും എല്ലാ ടെസ്റ്റും എഴുതിയാൽ ശരിക്കും എനിക്ക് അതാ പണി കൂടുതൽ അല്ലേ. കാരണം നിങ്ങളെല്ലാവരും ടെസ്റ്റ് എഴുതുമ്പോൾ എല്ലാവരുടെയും പേപ്പർ ഞാൻ നോക്കണം, എല്ലാവർക്കും ഫീഡ്ബാക്ക് തരണം. എൻ്റെ പണി കൂടുതൽ ആവും, പക്ഷേ അത് കുഴപ്പമില്ല. കാരണം നിങ്ങൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന വ്യത്യാസം നിങ്ങൾ പിന്നീട് എഴുതുന്ന മെയിൻസ് ടെസ്റ്റ് സീരീസിൻ്റെ സമയത്തുള്ള എൻ്റെ പണി കുറക്കും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ മെയിൻസ് ടെസ്റ്റ് സീരീസിൻ്റെ സമയത്ത് കൂടുതൽ പണി എടുക്കേണ്ടി വരും. ഓക്കെ, എല്ലാവരും ക്ലിയർ ആണല്ലോ. അപ്പോൾ എഴുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എഴുതാൻ മടിയുണ്ടെങ്കിൽ, എഴുതാൻ ഇൻഹിബിഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, മാറ്റി വെച്ചേ പറ്റുള്ളൂ ഈ എക്സാം നിങ്ങൾക്ക് പാസ്സാവണമെങ്കിൽ. ഓക്കെ, പ്രിലിംസ് പാസ്സാവാൻ നമുക്ക് കുറച്ച് ബുദ്ധിയും അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി മതി. പക്ഷെ മെയിൻസ് പാസ്സാവണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് പഠിക്കാനുള്ള ഹാർഡ് വർക്ക് മാത്രമല്ല, എഴുതാനുള്ള ഫിസിക്കൽ എഫേർട്ടും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, അതിനകത്ത് ഇട്ടാലേ മെയിൻസ് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഓക്കെ, ഇനി വേറെയും 2-3 കാര്യം, ഇതൊക്കെ തുടക്കത്തിൽ നമ്മൾ സെറ്റാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവാൻ പോകുന്ന പ്രശ്നം, നിങ്ങൾ ആൻസർ എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോവോ. ഇനി നിങ്ങൾ ആൻസർ തെറ്റി എഴുതി കഴിഞ്ഞാൽ എന്നെ കാണിക്കുമ്പോൾ ഞാൻ എന്ത് വിചാരിക്കും? ഓക്കെ,
ഞാൻ എല്ലാ ഇതിലും പറയുന്നത് പോലെ എൻ്റെ വീട്ടിലായിരിക്കും നിങ്ങളെ കല്യാണം ആലോചിക്കുന്നൊന്നുമില്ല, നിങ്ങളെക്കുറിച്ച് ഞാൻ മോശം വിചാരിക്കാനും ഓക്കെ നിങ്ങളെ ജഡ്ജ് ചെയ്യാനും. ഓക്കെ, ഞാൻ നിങ്ങളൊരു ആൻസർ എഴുതി കൊണ്ടുവരുമ്പം നിങ്ങളെ ജഡ്ജ് ചെയ്യാന്നുള്ളതല്ല എൻ്റെ പരിപാടി. എൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ ആ ആൻസറിൽ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്സ് നിങ്ങൾക്ക് പറഞ്ഞതെന്ന് നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ടേക്ക് പോകാന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അപ്പം ഞാൻ നിങ്ങളെ ജഡ്ജ് ചെയ്യുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ബിക്കോസ് ഈ എക്സാമിലെ പ്രോസസ്സുകളെല്ലാം ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ തുടക്കത്തിൽ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊന്നും നിങ്ങൾ പേഴ്സണലായിട്ട് എടുക്കരുത്. അതൊക്കെ ഈ പ്രോസസ്സിൻ്റെ പാർട്ടായിട്ട് മാത്രം കൺസിഡർ ചെയ്യുക. നിങ്ങൾ നിരന്തരം എഴുതിക്കൊണ്ടേ ഇരിക്കുക. തെറ്റട്ടെ, അത് കുഴപ്പമില്ല. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ തെറ്റൊക്കെ എന്തായിക്കോളും, ശരിയായിക്കോളും. ഓക്കെ, അപ്പം എല്ലാ ഇൻഹിബിഷൻസും മാറ്റുക. ജഡ്ജ് ചെയ്യുമെന്ന് വിചാരിക്കുക, എഴുതിയാൽ തെറ്റിപ്പോകുമെന്ന് വിചാരിക്കുക, ഇനി തെറ്റിയാൽ എന്ത് വിചാരിക്കും എന്നുള്ളത് വിചാരം, ഇതൊക്കെ മാറ്റി റെഡി ആയിട്ട് വരിക. ഓക്കെ, സെറ്റാണല്ലോ എല്ലാവരും? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം ഇനി നമുക്ക് സോഷ്യോളജിയിലേക്ക് കടക്കാം. ഇനി നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ബാക്കി സർട്ടൻ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, ക്ലാസ്സിൻ്റെ ടൈമിംഗ് ഞാൻ പറഞ്ഞു 6:30 to 8 ആയിരിക്കും ഇനീഷ്യലി. ലേറ്റർ സ്റ്റേജസിൽ അതൊരു 8:30 വരെ എക്സ്റ്റെൻഡ് ആവും. സോ ദാറ്റ് നിങ്ങളുടെ പോർഷൻസ് നമുക്ക് കുറച്ചും കൂടി ഏർലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഡിസംബർ അവസാനത്തിന് പകരം ഡിസംബർ ഏർലി തന്നെ നിങ്ങളുടെ പോർഷൻസ് തീർക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ്സ് വൈ അറൗണ്ട് ഒരു ഓഗസ്റ്റിലൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും നിങ്ങളുടെ ക്ലാസ്സസ് 8:30 വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് നോട്ട്സ് ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും. പേപ്പർ 1നും പേപ്പർ 2നും നമ്മളുടെ പ്രിന്റഡ് നോട്ട്സ് ഉണ്ട്. ഇനീഷ്യലി നിങ്ങൾക്ക് പേപ്പർ 1ൻ്റെ നോട്ട്സ് തരും, ആസ് വെൽ ആസ് നിങ്ങൾക്ക് ഒരു ആൻസർ റൈറ്റിംഗ് ബുക്ക്ലെറ്റ് തരും. ഈ ആൻസർ റൈറ്റിംഗ് ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് തരുന്നതിൻ്റെ ഉദ്ദേശം, നിങ്ങൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ആ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യാനാണ്. ബിക്കോസ് ഇവിടെ നിങ്ങൾ ടെസ്റ്റ് എഴുതാൻ വരുമ്പോൾ ഇവിടുന്ന് സെപ്പറേറ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് തരും. അപ്പോൾ ഒരു ആൻസർ റൈറ്റിംഗ് ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കായിട്ട് തരുന്നത് ഇസ് ഫോർ യു ടു പ്രാക്ടീസ് ആൻസർ റൈറ്റിംഗ്. മനസ്സിലായല്ലോ? ഇനി അത് നിങ്ങൾ എഴുതി തീർത്താൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ നമ്മൾ തരും, എഴുതി തീർത്താൽ മാത്രം മതി. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ ഓഫർ. ഓക്കെ, നിങ്ങൾ എഴുതാൻ വേണ്ടിയുള്ള ഓഫറാണ് ഇതൊക്കെ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇത് കൂടാതെ ടെസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ടെസ്റ്റ് കഴിഞ്ഞാലുള്ള ഡിസ്കഷൻ്റെ കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞാൽ ഫീഡ്ബാക്സ് ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു. 1-to-1 ഫീഡ്ബാക്സ് ഉണ്ടാവും, അതിനകത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ടെസ്റ്റുകൾ പിന്നെ ഒരു 3-4 ചാപ്റ്ററൊക്കെ കഴിയുമ്പോൾ നമ്മൾ കോംപ്രിഹെൻസീവ് ടെസ്റ്റ് നടത്തും. സോ ദാറ്റ് നിങ്ങൾക്ക് ആദ്യമേ പഠിച്ചത് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യാം. സോ പേപ്പർ 1 തീരുമ്പോഴത്തേക്ക് നിങ്ങൾ പേപ്പർ 1ന് ഒരു 2 റൗണ്ടെങ്കിലും മിനിമം പഠിച്ചിരിക്കണം എന്നാണ് നമ്മളുടെ ഒരു ആഗ്രഹം. ദാറ്റ്സ് വാട്ട് വി ടാർഗറ്റ്. നിങ്ങളത് കൃത്യമായി ഷെഡ്യൂൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ബി ഏബിൾ ടു അച്ചീവ് ദാറ്റ്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇവൺ തോ നമ്പേഴ്സ് കുറവിലാണെങ്കിലും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മളുടെ ക്ലാസ്സസ് ആസ് യു നോ ഹൈബ്രിഡ് ഫോമിലാണ്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്. ആൻഡ് ഈ ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ എൻഡ് വരെ 2027 ഡിസംബർ അവസാനം വരെ നിങ്ങൾക്ക് ഈ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. ദ റീസൺ വൈ നമ്മൾ എത്ര എക്സ്റ്റെൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, ബിക്കോസ് നിങ്ങളിപ്പം പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിൻ്റെ ഗ്യാപ്പിൽ ഏതെങ്കിലും പോർഷൻസിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് വരികയോ അല്ലെങ്കിൽ കുറച്ച് പോർഷൻസ് അവിടെ ഇവിടെയൊക്കെ വിട്ടുപോവുകയൊക്കെ ചെയ്താൽ അതൊക്കെ കവറപ്പ് ചെയ്യാനുള്ളൊരു ടൈം പീരിയഡ് ആയിട്ടാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് നിങ്ങളിവിടെ വിളിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരു ടെസ്റ്റ് സീരീസ് ഫ്രീ ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. ആൻഡ് എത്ര തവണ നിങ്ങൾ പ്രിലിംസ് പാസ്സായാലും നമ്മളുടെ ഇവിടുത്തെ സോഷ്യോളജി ഓപ്ഷണൽ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഓക്കെ, ഏതൊക്കെ വർഷം നിങ്ങൾ പ്രിലിംസ് പാസ്സായാലും അൺലിമിറ്റഡ് ടൈംസ്. ഓക്കെ, അൺലിമിറ്റഡ് ഓഫർ. ഓക്കെ, ഇനി ഫൈനലി ഏറ്റവും ലാസ്റ്റ് വൺ, ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ഈ പറയുന്ന പ്രിലിംസ് കഴിഞ്ഞു ഇവിടുത്തെ കോഴ്സ് കഴിയുന്നതോടെ തീരുന്നതല്ല. നമുക്കൊരു സംഭവമുണ്ട്, കണ്ടിന്യൂസ് സപ്പോർട്ട് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. വെയർബൈ നിങ്ങൾ എത്ര കാലം ആക്റ്റീവ്ലി പ്രിപ്പയർ ചെയ്യുന്നോ അത്രയും കാലം നിങ്ങൾക്ക് വന്ന് ആൻസേഴ്സ് കാണിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആക്റ്റീവ്ലി പ്രിപ്പയർ ചെയ്യുന്ന അത്ര കാലം നിങ്ങൾക്ക് നമ്മളെ റീച്ച് ഔട്ട് ചെയ്യാം. നമ്മൾക്ക് പറ്റാവുന്ന എല്ലാ സഹായങ്ങളും സോഷ്യോളജിയായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തരും. അത് ആൻസർ റൈറ്റിങ്ങിലായിക്കോട്ടെ, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ആയിക്കോട്ടെ, ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് റിലേറ്റഡ് ടു അക്കാഡമിക്സ്, മറ്റ് ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കാനുള്ള ത്രാണി എനിക്കില്ല. സോഷ്യോളജിയായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾക്ക് പറയാം, അത് നമ്മൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് തരുന്നതായിരിക്കും. ഇത്രയാണ് നമ്മളുടെ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി എങ്ങനെയാണ് സോഷ്യോളജി പഠിക്കേണ്ടത്, നമ്മളെ ക്ലാസ്സസ് ഒക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് സോഷ്യോളജീനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പറയാം.
ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫാമിലി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ടുഡേ വിൽ ബി ഡിസ്കസിങ് ബ്രീഫ്ലി അബൌട്ട് ദിസ് ചാപ്റ്റർ ആൻഡ് നമ്മൾ മെയിൻലി ഇന്നത്തെ ഉദ്ദേശം നിങ്ങളെ സോഷ്യോളജിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫാമിലിയുടെ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള പോർഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് സോഷ്യോളജിയായി ബന്ധപ്പെട്ടിട്ടുള്ള ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് തരും. ഇന്ന് നാളെ ആയിട്ട് നമ്മൾ ഫാമിലിയിലേക്കൊക്കെ പോയി ഫാമിലിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ആയും. അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഓരോ ചാപ്റ്ററും നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ക്ലാസ്സിലെ ഫുൾ ഡെപ്തിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക്, ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾക്ക് സോഷ്യോളജിയിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഇല്ലയോ ഡസൻ മാറ്റർ, ബിക്കോസ് നമ്മളുടെ ക്ലാസ്സസ് വളരെയധികം ബേസിക് ലെവലിൽ തന്നെയാണ് ക്ലാസ്സസ് എടുത്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം മനസ്സിലാവുന്ന രീതിയിൽ വളരെ ബേസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോവുക. ഇനീഷ്യലി നമ്മളുടെ ക്ലാസ്സസ് കുറച്ച് സ്ലോ ആയിട്ടാണ് പോവുക, ബിക്കോസ് സോഷ്യോളജിക്കലായിട്ടുള്ള വേരിയസ് കോൺസെപ്റ്റ്സുകളൊക്കെ നമ്മളിങ്ങനെ തുടക്കത്തിൽ കുറേ ഡിസ്കസ് ചെയ്ത് അങ്ങനെയൊക്കെ പോവും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആകുമ്പോൾ നമ്മളെ ക്ലാസ്സസ് കുറേ കൂടി ഫാസ്റ്റ് എന്നല്ല, കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്റർ അത്യാവശ്യം സോഷ്യോളജി അറിയുന്ന ഒരാൾക്ക് 3-4 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മേ ബി ഒരു 7 to 8 സെഷൻസ് എടുത്തെന്ന് വരാം, ബിക്കോസ് നമ്മൾ അത്രയും ബേസിക് കോൺസെപ്റ്റ്സ്, ഇപ്പോൾ നമ്മൾ തന്നെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന കുറേ കോൺസെപ്റ്റ്സുകളുണ്ട്, കുറേ ടേംസ് ഉണ്ട്, അതൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോവുള്ളൂ. ഇത് എങ്ങനെ പഠിക്കണം, നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന പോർഷൻസ് ഉണ്ടാവും. ഇത് നമ്മളുടെ ഒരു PPT എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാണുമ്പോൾ ഒരു PPTയുടെ ലുക്ക് ഇല്ലെങ്കിൽ പോലും ഒരു PPT ആയിട്ടാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഇത് ബേസിക്കലി നമ്മളുടെ നോട്ട്സിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിനെ മാത്രം എടുത്തുണ്ടാക്കിയ ഒരു PPT ആണ്. ഇത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓരോ ചാപ്റ്ററിൻ്റെയും ഈ PPTയുടെ PDF ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഓരോ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞാലും വീട്ടിൽ പോയി ആദ്യം ഈ പറയുന്ന PDF, ഈ PPTയുടെ PDF എന്ത് ചെയ്യാം, ഒന്ന് വായിക്കുക. അതിനുശേഷം നമ്മളെ നോട്ട്സ് വായിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ക്ലാരിറ്റി കിട്ടും. കാരണം നിങ്ങൾ നേരിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോട്ട്സ് വായിക്കുമ്പോൾ സംടൈംസ് നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം ഇത് വായിച്ചതിന് ശേഷം നോട്ട്സ് വായിക്കുക. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ പഠിക്കുന്ന സമയത്ത് വന്നാൽ നിങ്ങൾക്കത് നോട്ട് ഡൗൺ ചെയ്ത് തൊട്ടടുത്ത ദിവസത്തെ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം, അത് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇനിയല്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയക്കാം. ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. യു ക്യാൻ ജസ്റ്റ് സെൻഡ് ഓഡിയോ മെസ്സേജ് ഓർ ടെക്സ്റ്റ് മെസ്സേജ്, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്കത് ചെയ്യാം. ഓർ എൽസ് ഇഫ് യു വാണ്ട് ടു ഹാവ് എൻ എക്സ്റ്റെൻഡഡ് ഡിസ്കഷൻ, നിങ്ങൾ ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു സ്ലോട്ട് തരും, ഈദർ ബിഫോർ ദ ക്ലാസ് ഓർ എനി അതർ ടൈം വിച്ച് ഇസ് കൺവീനിയൻറ്റ് ഫോർ യു ആൻഡ് മീ. അപ്പോൾ നിങ്ങൾക്ക് വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റം. ഇനി ക്ലാസ്സിൽ കയറാനും ഇറങ്ങാനും നിങ്ങൾ യാതൊരു പെർമിഷനും ചോദിക്കേണ്ട. നിങ്ങൾക്ക് കയറാം ഇറങ്ങാം. കാരണം നിങ്ങൾക്ക് നമ്മൾ ഏജ് ഓൾഡ് പ്രാക്ടീസ് ആണല്ലോ, കയറുമ്പം ഒന്ന് തലയൊക്കെ കയറട്ടെ, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളങ്ങ് കയറുക, ഇറങ്ങേണ്ടപ്പം നിങ്ങൾക്ക് ഇറങ്ങിപ്പോവാം. ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ, ഓക്കെ അല്ലേ എല്ലാവരും? നൗ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. എന്താണ് സോഷ്യോളജി? എന്താ സോഷ്യോളജി എന്ന് പറയുന്നത്? എന്താ? സ്റ്റഡി ഓഫ് സൊസൈറ്റി. വെറും സ്റ്റഡി ഓഫ് സൊസൈറ്റി ആയിട്ടാണോ നമ്മൾ സോഷ്യോളജിനെ കൺസിഡർ ചെയ്യുന്നത്? അതാണ് ഡിഫറൻസ്. സയന്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി ആണ് സോഷ്യോളജി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നത് നമുക്കറിയാം സൊസൈറ്റീനെ കുറിച്ചിട്ടാണ്. സയന്റിഫിക് ആയിട്ട് നമ്മൾ സൊസൈറ്റീനെ പഠിക്കുകയാണ് ശരിക്കും സോഷ്യോളജിയിൽ ചെയ്യുന്നത്. അപ്പം എന്താണ് സൊസൈറ്റി? നമ്മളെല്ലാവരും വിചാരിക്കും നമുക്ക് സൊസൈറ്റി അറിയാലോ, പക്ഷെ എന്താണ് സൊസൈറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഉത്തരം ഉണ്ടാവില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ടുള്ള ടേംസ്. എന്താ സൊസൈറ്റി, എന്താ സമൂഹം? എല്ലാവർക്കും പറയാം, നമ്മളെല്ലാവരും അടങ്ങുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയാസ് റിഗാർഡിങ് സൊസൈറ്റി എന്താണെന്നുള്ളതുണ്ടെങ്കിൽ പറയാം. എല്ലാവരും അടങ്ങുന്ന ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ്, അങ്ങനെ എല്ലാവരും അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ നമുക്ക് സൊസൈറ്റി എന്ന് വിളിക്കാം. പറഞ്ഞോ? ഇല്ല, പറയാനില്ല. ഓക്കെ, കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് അലോങ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അങ്ങനെ പറയാം. വേറെന്താ? പറഞ്ഞോ? ഒന്നും പറയാനില്ല. നോംസ് ആൻഡ് റൂൾസ് ഉണ്ടാവും. ഓക്കെ,
വേറെന്തേലും? Okay, group of people and interactions taking place among and interrelations. Interactions and interrelations. Okay. ആ ഒരു ജോഗ്രഫിയുടെ റിഫ്ലക്ഷൻ ആയിരിക്കും സൊസൈറ്റി മോസ്റ്റ്ലി. ഓക്കെ. ഇതിനകത്ത് സോഷ്യോളജി പഠിച്ച ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? 1 2 ഓക്കെ വന്നു. ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വേറെ ആരെങ്കിലും ഉണ്ടോ സോഷ്യോളജി പഠിച്ചത്? ഉണ്ട്. 3. ഓക്കെ. എന്താ അപ്പം സൊസൈറ്റി? ആ ഓക്കെ. കോമൺ ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യുന്നതും ഷെയർ ചെയ്യാത്തതുമായിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് പീപ്പിൾ വിത്ത് നോംസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ. ബേസിക്കലി എന്താണ് സൊസൈറ്റി എന്ന് ചോദിച്ചാൽ ഒരു ടെക്നിക്കൽ ലെവലിലുള്ള എക്സ്പ്ലനേഷനേക്കാളും വാട്ട് ഐ വുഡ് ലൈക്ക് ടു ടെൽ ഹിയർ ഇസ്, നമുക്ക് ഇപ്പോൾ സിവിൽ സർവീസിനാണെങ്കിലും വെൻ വി ലേൺ എ സബ്ജക്ട് വാട്ട് വി നീഡ് ഇസ് ക്ലാരിറ്റി. ഓക്കെ. ആ ക്ലാരിറ്റി കിട്ടാൻ എന്താണോ ആവശ്യം, ബിക്കോസ് UPSC ഈസ് നെവർ ഗോയിങ് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് സൊസൈറ്റി. ഓക്കെ. അപ്പം ഈ ക്ലാരിറ്റി കിട്ടാൻ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. ബിക്കോസ് ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടാണ് നമ്മൾ ഈ സൊസൈറ്റി എന്താണെന്നും പിന്നെ സോഷ്യോളജി എന്താണെന്നും അതെന്താണ് ഡീൽ ചെയ്യുന്നതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൊസൈറ്റി എന്ന് പറയുന്നത് ഇൻ സിമ്പിൾ ടേംസ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഓക്കെ, വിത്ത് സർട്ടൻ നോംസ് ആൻഡ് വാല്യൂസ് ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നുണ്ടെങ്കിൽ, ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിയിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം? സൊസൈറ്റി. ഓർ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് സർട്ടൻ ലെവൽ ഓഫ് നോംസ് ആൻഡ് വാല്യൂസ്, വി ക്യാൻ സേ ദാറ്റ് അതിന് നമുക്കൊരു സൊസൈറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഉദാഹരണത്തിന് ഈ ക്ലാസ് റൂമിനെ നമ്മൾക്ക് സൊസൈറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? പറ്റും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സർട്ടൻ നോംസ് ആൻഡ് വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലേ? ആ നോംസ് ആൻഡ് വാല്യൂസ്, അപ്പം അടുത്തൊരു സംഭവമായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ, എന്താണ് ഈ നോംസ് ആൻഡ് വാല്യൂസ് എന്ന് പറയുന്നത്? എന്താണ് നോംസ്? നോംസ് എന്ന് പറയുന്നത് ഇൻ സിമ്പിൾ ടേംസ് യു ക്യാൻ കണക്ട് ഇറ്റ് വിത്ത് റൂൾസ്. ഓക്കെ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വാട്ട് ഈസ് നോംസ് എന്ന് വെച്ചാൽ സർട്ടൻ സെറ്റ് ഓഫ് റൂൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. എന്താണ് വാല്യൂസ് എന്ന് പറയുന്നത്? ഡിസൈറബിലിറ്റി ആണ് വാല്യൂസ്. വാട്ട് ഈസ് ഡിസൈറബിലിറ്റി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒരാൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഐഡിയലി ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമ്മൾക്കുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഓർ ധാരണ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാല്യൂസ്, അല്ലേ? അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് സർട്ടൻ ലെവൽ ഓഫ് നോംസ് ആൻഡ് വാല്യൂസിനെ നമ്മൾക്ക് സൊസൈറ്റി എന്ന് പറയുമ്പം ദാറ്റ് മീൻസ് ഒന്ന് അവിടെ സർട്ടൻ ലെവൽ ഓഫ് റൂൾസ് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്, രണ്ടാമത്തത് സർട്ടൻ വാല്യൂസും ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. വാല്യൂസ് എന്ന് പറയുന്നത് ഒരു ഡിസൈറബിൾ ഓർ എക്സ്പെക്റ്റഡ് ബിഹേവിയർ നമുക്ക് വാല്യൂ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ. ഇത് എന്തുകൊണ്ട് സൊസൈറ്റി ആവുന്നു? എന്തുകൊണ്ടാണ്? ഇപ്പം നിങ്ങൾ ആലോചിക്കാം, ഞാനും നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുമ്പം നമ്മൾ സർട്ടൻ സെറ്റ് ഓഫ് റൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളും ഞാനും ഇവൺ അത് എവിടെ എഴുതി വെച്ചില്ലെങ്കിൽ പോലും, അല്ലേ, ജനറലി നമ്മൾക്ക് അറിയുന്നത് വെച്ച് നമ്മൾ സർട്ടൻ നോംസ് ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്, സർട്ടൻ വാല്യൂസ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആലോചിക്കുക, ഞാനിവിടെ ക്ലാസ്സിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, എനിക്ക് തോന്നിയതുപോലെയല്ല സംസാരിക്കുന്നത്, അല്ലേ? ഞാൻ തെറിവാക്കുകളൊന്നും ഇവിടെ ഉപയോഗിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ നോ ദാറ്റ് അത് ഞാൻ ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ ഞാൻ എന്താണ് ഫോളോ ചെയ്യുന്നത്? സർട്ടൻ നോംസ് ആസ് വെൽ ആസ് ഇതിൽ ഒരു വാല്യൂ ഉണ്ട്. ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റഡ് ബിഹേവിയർ ഫ്രം എ ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്? കാര്യങ്ങൾ വളരെ കൃത്യമായി പറയാം, അവിടെ തെറി പറയാനോ ഒന്നും നിൽക്കാൻ പാടില്ല. നിങ്ങളെല്ലാവരും ആരും നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സിൽ എഴുതി കയറുന്ന സമയത്ത് പുറത്ത് നമ്മൾ ബോർഡൊന്നും വെച്ചിട്ടില്ല എല്ലാവരും നല്ല രീതിയിൽ ക്ലാസ്സിലിരിക്കണം എന്നൊന്നും. പക്ഷെ നിങ്ങളെല്ലാവരും വരുന്നു, വളരെ മെച്ചോർഡായിട്ട് ക്ലാസ്സിലിരിക്കുന്നു, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നു, അല്ലേ, ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നു. ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂക്കി വിളിക്കുന്നുണ്ടോ? ഇല്ല, അല്ലേ? നിങ്ങൾ ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ടോ? ഇല്ല. ഇതെന്തുകൊണ്ടാണ്? ബിക്കോസ് യു ഓൾസോ ഫോളോ ദാറ്റ് സെറ്റ് ഓഫ് റൂൾസ്, വാല്യൂസ്, എക്സെട്ര. റൈറ്റ്? ഇനി ഇതിനെ നമുക്ക് കുറച്ചും കൂടി ഒരു ലാർജർ ലെവലിൽ എടുത്തിട്ട് ലെറ്റ്സ് ഡിസ്കസ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ സൊസൈറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്ന ഒരു ഐറ്റം എങ്ങനെ ഈ വേൾഡിൽ, ഈ ലോകത്ത് നിലവിൽ വന്നു? ഇത് എപ്പോഴായിരിക്കും നിലവിൽ വന്നത്? എന്തിനായിരിക്കും നിലവിൽ വന്നത്? കറക്റ്റ്. ബേസിക്കലി സൊസൈറ്റിയുടെ ഒരു എമർജൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് സൊസൈറ്റിയാണ്. സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സൊസൈറ്റി, സമൂഹം,
എങ്ങനെ ഫോം ചെയ്തു എന്ന് ചോദിച്ചാൽ, നമ്മൾ പണ്ട് ഏറ്റവും പ്രാചീനമായ കാലത്ത് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന ഒരു ആനിമലിനെ എടുത്തു കഴിഞ്ഞാൽ മറ്റ് ഫോറസ്റ്റിലുള്ള ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ആനിമലാണ് അല്ലേ? നമുക്ക് സ്പീഡ് ഉണ്ടോ? ഇല്ല. നമുക്ക് ഭയങ്കരമായ സ്ട്രെങ്ത് ഉണ്ടോ? ഇല്ല. മറ്റ് മൃഗങ്ങളെ കമ്പയർ ചെയ്യുമ്പം വി ഹാവ് ലെസ് സ്പീഡ്, ലെസ് സ്ട്രെങ്ത് അല്ലേ? ഫിസിക്കലി വി ആർ നോട്ട് ആസ് സ്ട്രോങ് ആസ് അതർ ആനിമൽസ്. നമ്മൾ ആകെ വിശ്വസിക്കുന്നത് നമ്മൾക്ക് മറ്റ് ആനിമൽസ് നിന്ന് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത് എന്താണ്? ബുദ്ധിയാണ്. അതും കണ്ടസ്റ്റഡ് ആണ്. ശരിക്കും ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ബുദ്ധിയുണ്ട് നമ്മൾ വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് ഒരു ഗ്രൂപ്പായിട്ട് താമസിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ സേഫ്റ്റിക്കും പ്രൊട്ടക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അതർവൈസ് വി വിൽ നോട്ട് ബി സേഫ് ഔട്ട് ദെയർ അല്ലേ? കാരണം ഒരു ഗ്രൂപ്പായി നിൽക്കുമ്പോൾ നമുക്ക് കുറേ ഭാഗം എന്ത് കിട്ടുന്നുണ്ട്? മറ്റ് മൃഗങ്ങളുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാം ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ട് തന്നെ നമുക്ക് താമസിക്കാൻ പറ്റുള്ളൂ. ഇൻഡിവിജ്വലായിട്ട് നമ്മൾക്ക് മറ്റ് മൃഗങ്ങളെ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല? സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സോ വി സ്റ്റാർട്ടഡ് ഫോമിങ് ഗ്രൂപ്പ്സ്. പക്ഷെ ഇങ്ങനെ ഗ്രൂപ്പ് ഫോം ചെയ്തപ്പോഴാണ് ഒരു പ്രശ്നം. എന്താണ് പ്രശ്നം? അതെ, പല ബാക്ക്ഗ്രൗണ്ടിനേക്കാളും കൂടുതൽ ഈ ആളുകൾ തമ്മിൽ ഒരു ഓർഡർ ഉണ്ടാവണമെന്നില്ല അല്ലേ? ഇന്ന് ഉള്ള പോലെ ലോസ് ഇല്ല, പോലീസ് ഇല്ല, ജുഡീഷ്യറി ഇല്ല, ഒന്നുമില്ല. റൈറ്റ്? ഇന്നത്തെ പോലെ എത്തിക്സ് നമ്മൾ പഠിക്കുന്നില്ല. റൈറ്റ്? മൊറാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് റിലീജിയനൊക്കെ വരുന്നതിന് മുന്നേ ആണ്. അപ്പം അങ്ങനെ വരുമ്പം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടി നിൽക്കുമ്പം അവിടെ കെയോസിനും കോൺഫ്ലിക്റ്റിനും ഉള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. അപ്പം അവിടെ നമുക്ക് എന്ത് വേണം? ഗ്രൂപ്പായിട്ട് നിന്നാലേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാൽ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ അവിടെ അടിയും വഴക്കും ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ആകെ നശിക്കും അല്ലേ? അത് ഇൻടേൺ എന്തിനെ ബാധിക്കും? നമ്മളുടെ സർവൈവലിനെ ബാധിക്കും. സോ വാട്ട് വി ഡിസൈഡഡ് ഇസ്, നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ ഈ ഗ്രൂപ്പിന് മൊത്തം ബാധകമായിട്ടുള്ള സർട്ടൻ നോംസും വാല്യൂസും നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഗ്രൂപ്പിൽ ഓരോ ആളുടെയും റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? അവർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്? അവരെങ്ങനെ മറ്റുള്ളവർക്ക് ബിഹേവ് ചെയ്യണം? അവരുടെ ബിഹേവിയറിന്റെ ലിമിറ്റ്സ് എന്തൊക്കെയാണ്? നൗ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൊസൈറ്റി എമേർജ് ചെയ്യുന്നു. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് സർട്ടൻ ലെവൽ ഓഫ് വാല്യൂസ് ആൻഡ് നോംസ്. ക്ലിയർ ആണോ? ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്ന സംഭവം ഇവിടെ എമേർജ് ചെയ്തതായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇനി ഇവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ്, നേരത്തെ നമ്മൾ സൊസൈറ്റി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യം പറഞ്ഞു അല്ലേ? കുറേ അധികം സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ സമൂഹത്തിന്റെ ഭാഗമായി ഫോം ചെയ്തു തുടങ്ങി. എന്താണ് ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ഈ സൊസൈറ്റീനെ റെഗുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സർട്ടൻ സിസ്റ്റംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വിളിക്കുക. ഉദാഹരണത്തിന് ഫാമിലി, റിലീജിയൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, എക്കണോമിക് സിസ്റ്റം അല്ലേ? സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റം, ഈ ക്ലാസ്, കാസ്റ്റ്, ജെൻഡർ, ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഒക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം സൊസൈറ്റി എങ്ങനെയാണ് വളർന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്യോർലി സൊസൈറ്റിയുടെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലേക്കുള്ള സൊസൈറ്റിയായി മാറിയത്. തുടക്കത്തിൽ വെറും റൂൾസും സർട്ടൻ വാല്യൂസും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ബിഹേവിയറിനെ അത്യാവശ്യം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എമേർജ് ചെയ്തതെങ്കിൽ, പിന്നീട് ഈ ഗ്രൂപ്പിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് വി ഹാഡ് ടു ബ്രിങ് അപ്പ് മോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സോ ദാറ്റ് ഈ ഓർഡറും സ്റ്റെബിലിറ്റിയും, ദാറ്റ് ഈസ് ടു അവോയ്ഡ് കോൺഫ്ലിക്റ്റ്, അതിനുവേണ്ടി നമ്മൾ കുറേ അധികം ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫാമിലി ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ എമേർജ് ചെയ്തു എന്നുള്ളത് ബ്രോഡ്ലി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വിൽ ലുക്ക് ഇൻ ടു ഫാമിലി ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം നിങ്ങൾ അല്ലെങ്കിൽ നമ്മളെല്ലാവരും നമ്മൾ പല കാര്യങ്ങളും ഇത് എങ്ങനെ ഉണ്ടായി നമ്മൾ ചോദിക്കാറില്ല. നമ്മൾ അതിൻ്റെ ഒരു പാർട്ടായി ആ ഫ്ലോയിൽ അങ്ങോട്ട് പോക്കാണ് അല്ലേ? സ്കൂളിൽ പോകണമെന്ന് ആരാ പറഞ്ഞത്? വീട്ടുകാരുടെ അടുത്ത് സ്കൂളിൽ പോകണമെന്ന് ആരാ പറഞ്ഞത്? അവരുടെ വീട്ടുകാര്. ഇങ്ങനെ പോയി 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 ഇത് എവിടുന്നാണ് ഇതിന്റെ ഉത്ഭവം അല്ലേ? സ്കൂളിൽ പോയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാതെ ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ കുറച്ചും കൂടി ബ്രോഡർ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ പല സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ശരിക്കും അത് എന്തിനു വേണ്ടി ഉണ്ടാക്കി എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല ഒരിക്കലും. നമ്മൾ ആ പെർട്ടിക്കുലർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി അങ്ങ് മുന്നോട്ട് പോവല്ലേ? ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യം പറയട്ടെ, വെറുതെ രസത്തിന്. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, എന്തിനാ സ്കൂള്? എന്താ സ്കൂളിന്റെ ഉദ്ദേശം എന്താണ്?
കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഓക്കെ, ശരിയായ രീതിയിലാണോ നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്? അല്ല. അതപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ പ്രശ്നമായിട്ട് വേണമെങ്കിൽ പറയാം. ബട്ട് സ്റ്റിൽ ഈ സ്കൂളിംഗ് സിസ്റ്റമിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ശരിക്കും നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ? ആണോ? ഇത് വെറുതെ ഒരു കാര്യമില്ലാത്ത ഡിസ്കഷനാണ്, പക്ഷെ വെറുതെ നിങ്ങളെ ചിന്തിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ സോഷ്യോളജി പഠിക്കുമ്പോൾ ഇങ്ങനെ കുറേ പോസിബിലിറ്റീസ് ഒക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെയല്ല. ഓക്കെ, നമുക്കെന്നാ വേൾഡിൽ ഏറ്റവും നല്ല സ്കൂളിംഗ് സിസ്റ്റം ഉള്ള ഒരു സ്ഥലം പറയാം. സ്വിറ്റ്സർലൻഡ് ആണോ? ഓക്കെ ഓക്കെ, പോട്ടെ, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. സ്കാൻഡിനേവിയൻ കൺട്രീസിലോ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലോ എന്താണെന്ന് വെച്ചാൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അവിടെയും അവിടുത്തെ കുട്ടികൾ പഠിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ കുട്ടികൾക്ക് അവരുടെ ഡേ ടു ഡേ ലൈഫിലോ അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് ആവശ്യമുള്ള സംഭവങ്ങളാണോ എന്ന് ചോദിച്ചാൽ ആണോ? ഡിബേറ്റബിൾ ആണ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഇങ്ങനെ നമ്മൾ ആലോചിക്കുക, ഞാൻ ബയോളജി പഠിച്ചേ പറ്റുള്ളൂ എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല അല്ലേ? ബേസിക് മാത്തമാറ്റിക്സിൻ്റെ അപ്പുറത്തേക്കുള്ള മാത്തമാറ്റിക്സ് പഠിച്ചാലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ? കാരണം നിങ്ങളെല്ലാവരുടെയും ലൈഫിൽ നമ്മൾ മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത് ബേസിക് മാത്തമാറ്റിക്സ് ആണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള മാത്തമാറ്റിക്സ് എന്തിനു പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗമുള്ള മേഖലകളുണ്ട് അല്ലേ? ഇപ്പം എനിക്ക് താല്പര്യം നല്ലൊരു സിംഗർ ആവണം എന്നാണ്. ഓൾറൈറ്റ്, അങ്ങനെ ഒരു സിംഗർ ആവണമെങ്കിൽ ഞാൻ ഈ പറയുന്ന മെട്രിക്കുലേഷനും ഈ പറയുന്ന 12th പാസ്സാവലും അത് കഴിഞ്ഞിട്ടുള്ള ഡിഗ്രിയും, ഓക്കെ ഡിഗ്രിയിലേക്ക് ഞാൻ ചിലപ്പോൾ മ്യൂസിക് കോളേജിൽ പോയി എന്ന് വിചാരിക്കാം, പക്ഷെ അതുവരെയുള്ള എൻ്റെ 12th വരെയുള്ള എൻ്റെ എഡ്യൂക്കേഷൻ, അപ്പാർട്ട് ഫ്രം ദാറ്റ് ബേസിക് ജീവിക്കാനുള്ള എഡ്യൂക്കേഷൻ്റെ അപ്പുറത്തേക്കുള്ളത് എനിക്ക് ശരിക്കും ആവശ്യമുണ്ടോ? കൂടുതൽ ഓപ്പർച്യൂണിറ്റി. പക്ഷെ എനിക്ക് പാട്ടുകാരൻ മാത്രമായാൽ മതി, ലൈഫാണ് ലൈഫ്. അപ്പോൾ അടുത്ത ചോദ്യം, നമ്മളപ്പോൾ എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആണല്ലോ. ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ എടുക്കേണ്ടത്. എഡ്യൂക്കേഷൻ എന്തിനാണ്? ഓപ്പർച്യൂണിറ്റീസ് ഓർ കരിയർ ബിൽഡ് ചെയ്യാനാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ പറയുന്ന കരിയർ ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇത് ആരുടെ ഇൻട്രസ്റ്റിലാണ്? സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് ആണോ? അതെ. ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ എന്തിനു ഇൻട്രൊഡ്യൂസ് ചെയ്തു? അവർക്ക് ക്ലർക്സിന് ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിക്കും നമ്മളുടെ ബെനിഫിറ്റിനാണോ അല്ല ഈ സൊസൈറ്റിയിലുള്ള എക്സിസ്റ്റിംഗ് സിസ്റ്റത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ടൂളായിട്ട് നമ്മളെ മാറ്റുകയാണോ? നമ്മളെ ടൂളായി മാറ്റുകയല്ലേ? ഇങ്ങനെ ആലോചിക്കുമ്പം നല്ല രീതിയിൽ ജോലി ചെയ്യാൻ കഴിവുള്ള ആൾക്കാർക്ക് ആ ജോലിയിലുള്ള സ്കില്ല് പ്രൊവൈഡ് ചെയ്ത് അവരെ ജോലിക്കാരാക്കി മാറ്റണം. പ്ലസ് ഈ സിസ്റ്റത്തെ ഇതേപോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പം അങ്ങനെ വരുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നെ ഒരു പരിധി വരെ ഈ സിസ്റ്റം നമ്മളെ ബലിയാടുകളാക്കുന്ന ഒരു ടൂളല്ലേ അല്ലേ? അപ്പൊ പിന്നെ എന്തിനാ ഈ എഡ്യൂക്കേഷൻ? ഇതാണ് നമ്മളെ ഡീസ്കൂളിംഗ് തിയറി എന്ന് പറയുന്ന തിയറി ഉണ്ട്. ആ ഡീസ്കൂളിംഗ് തിയറിയിൽ പറയുന്നത് ഇന്നത്തെ ഇവിടെ നിലനിൽക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മൊത്തത്തിൽ ഒഴിവാക്കണം എന്നാണ്. ബിക്കോസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് ക്രിയേറ്റിംഗ് സ്ലേവ്സ്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞു ഇത് വെറുതെ ഉള്ള ഡിസ്കഷനാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ഈ എഡ്യൂക്കേഷൻ പോലെ തന്നെ നമ്മളെല്ലാവരും, ഓക്കെ ഇപ്പൊ ഞാനിത് പറഞ്ഞു, ഓക്കെ പോട്ടെ, ഞാനിത് മനസ്സിലാക്കി ഒരു 5-10 കൊല്ലം മുമ്പ് സിവിൽ സർവീസ് ഒക്കെ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം. എൻ്റെ മോളിപ്പോൾ UKG പഠിക്കുകയാണ്. ഓക്കെ, എന്തുകൊണ്ട് ഞാനിത് മനസ്സിലാക്കിയിട്ടും എൻ്റെ അടുത്ത ജനറേഷനെ നമ്മൾ അങ്ങോട്ടേക്ക് അയക്കുന്നു? ഇവിടെയാണ് ഈ സൊസൈറ്റിയുടെ മൊത്തം കളി വരുന്നത്. എന്താണ് ശരിക്കും സൊസൈറ്റി ചെയ്യുന്നത്? സൊസൈറ്റി ഒരു സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിസ്റ്റത്തിൻ്റെ പുറത്തു പോവാന്ന് പറയുന്നത് എന്തല്ല, എളുപ്പമല്ല. കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് സൊസൈറ്റി ഈ സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത് സൊസൈറ്റിയിൽ ഓർഡർ കൊണ്ടുവരാനാണ്, സ്റ്റെബിലിറ്റി കൊണ്ടുവരാനാണ്. ഇതാരാണോ തെറ്റിക്കുന്നത് അവരെ സൊസൈറ്റി കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സും സൊസൈറ്റിയുടെ കയ്യിലുണ്ട്. എന്താണ് ആ മെഷർ? അവർ ഈ സിസ്റ്റത്തിൻ്റെ പുറത്ത് പോയാൽ അവരുടെ കാര്യം തീരുമാനമാവും.
ഐസൊലേഷൻ, കുത്തുവാക്കുകൾ, പുച്ഛം, ഏലിയനേഷൻ, അതാണ് അതിൻ്റെ ടേം. റൈറ്റ്? അപ്പം ബേസിക്കലി നമ്മളെല്ലാവരും ഇൻ എ വേ സോഷ്യോളജിക്കലി പറയുകയാണെങ്കിൽ വി ആർ പാർട്ട് ഓഫ് ദ സിസ്റ്റം. നമ്മൾ വിചാരിക്കും നമ്മളാണ് എല്ലാ ഡിസിഷൻസും എടുക്കുന്നതെന്ന്. പക്ഷെ ശരിക്കും അങ്ങനെയാണോ? അല്ല. ശരിക്കും ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായി ആ സിസ്റ്റം നമ്മളെ മുന്നിൽ ഇട്ടുതരുന്ന സിറ്റുവേഷനനുസരിച്ച് കുറച്ച് ചോയ്സസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസിഷൻ എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ പറയും ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് കൊമേഴ്സ് എടുത്തത്. എന്തുകൊണ്ടാണ്? ഇവിടെ കൊമേഴ്സിൻ്റെ അപ്പുറത്ത് സയൻസ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ബയോസ്, പിന്നെന്താ ഉള്ളത്? ഹ്യൂമാനിറ്റീസ്. ഇതിൻ്റെ അപ്പുറത്ത് വേറെ ചോയ്സ് ഇല്ല. അപ്പം നിങ്ങൾക്ക് 4 ചോയ്സ് വന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പറയുകയാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് സെലക്ട് ചെയ്തത്. അതൊരു ട്രൂ നിങ്ങളുടെ ഫ്രീ വില്ലിൽ നിങ്ങൾ എടുക്കുന്നതാണെന്ന് ചോദിച്ചാൽ അല്ല. അപ്പം സിസ്റ്റം, സൊസൈറ്റി എങ്ങനെയാണ് നമ്മളെ ഭരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ക്ലിയർ ആണോ? ഇത് ശരിക്കും ഒരു സോഷ്യോളജിക്കൽ തിയറിയാണ് വിച്ച് വി വിൽ ബി ഡീലിംഗ് വിത്ത് ഇൻ ദ ലേറ്റർ സ്റ്റേജസ്. അപ്പോൾ ഈ കഥ പറഞ്ഞത് ഞാൻ വെറുതെ ഒരു രസത്തിന് പറഞ്ഞതല്ല. അപ്പോൾ ഇത് ആലോചിക്കണം. ഐഡിയ മനസ്സിലായോ? അപ്പോൾ സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റം ഈ സൊസൈറ്റിയിലുള്ള മനുഷ്യന്മാരുടെ മേളിൽ എന്ത് എക്സേർട്ട് ചെയ്യുന്നുണ്ട്? പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ പ്രഷറിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞു വന്ന ഫാമിലി. ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ, ഏറ്റവും കൂടുതൽ ഡിബേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് ഫാമിലി ആൻഡ് മാരേജ്. ദർ ആർ പീപ്പിൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നുള്ളൊരു ഡൗട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ബേസിക്കലി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൊസൈറ്റി നമ്മളെ ഒരു കൺട്രോൾ മെക്കാനിസമാണ്, സൊസൈറ്റിയുടെ ഒരു റെഗുലേഷൻ മെക്കാനിസമാണ്. സൊസൈറ്റിയിലുള്ള കാര്യങ്ങളെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സൊസൈറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സംഭവമാണ് ഓർ സിസ്റ്റമാണ് എന്ത്? ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കുറേ അധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മളുടെ മേളിൽ പ്രഷറൈസ് ചെയ്യുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളുടെ മേളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറേ അധികം റെഗുലേഷൻ വെക്കുന്നില്ലേ? ഇന്ന രീതിയിൽ പഠിക്കണം, എന്നാലേ ഇത് പാസ്സാവുള്ളൂ. സോ അതാണ് സംഭവം. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററി മെക്കാനിസം ഓർ എ സിസ്റ്റം ഓഫ് സൊസൈറ്റി ആണ്. ക്ലിയർ? സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഫാമിലി. ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് ഒരു സൊസൈറ്റി ഉണ്ടായപ്പോഴേ സൊസൈറ്റിയുടെ പാർട്ടായിട്ടുള്ളതാണോ? അല്ല. അല്ലേ? പിന്നീട് വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി. ഈ ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നത്തെ കാലത്തും റെലവൻ്റ് ആണോ എന്ന് ചോദ്യങ്ങൾ കുറേ അധികം ഉയർന്നു വരുന്നു. ബിക്കോസ് ഓഫ് ന്യൂ ഫോംസ് ഓഫ് റിലേഷൻഷിപ്സ്. അല്ലേ? കഴിഞ്ഞ ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായി ന്യൂ ഫോംസ് ഓഫ് റിലേഷൻഷിപ്സിനെല്ലാം കുറിച്ച്. കാരണം എനിക്കറിയുന്നതിനേക്കാളും കൂടുതൽ ഈ മേഖലയിൽ അറിവുണ്ടാവുന്ന നിങ്ങൾക്കായിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, family as a system actually was set up in society in order to regulate certain aspects of human life. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഒന്ന് നമ്മളുടെ സെക്ഷുവൽ ബിഹേവിയർ. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ സോഷ്യൽ ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി. വേണമെങ്കിൽ മൂന്നാമതായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടുത്തെ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഫാമിലി ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ശരിക്കും ഈ സൊസൈറ്റിയിൽ വന്നു എന്ന് പറയപ്പെടുന്നത് 3 മേജർ ആസ്പെക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന് റെഗുലേഷൻ ഓഫ് സെക്ഷുവൽ ബിഹേവിയർ, രണ്ടാമത്തത് പ്രൈവറ്റ് പ്രോപ്പർട്ടി മാനേജ് ചെയ്യുക എന്നുള്ളതാണ്, ദെൻ മൂന്നാമത്തത് എന്താണ്? ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി. ഇതൊക്കെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. ഇറ്റ്സ് നോട്ട് ദെയർ ഇൻ ദിസ് PPT ഓർ എനിത്തിങ്. ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ഒരു ബേസ് ഓർ ഫൗണ്ടേഷൻ. ഓൾ റൈറ്റ്, ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ? ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ പോയിന്റ് എടുക്കാം. അതിനു മുമ്പ് ഞാനൊരു കഥ പറയാം. കഥയല്ല, ശരിക്കും ഒരു തിയറിയാണിത്, പക്ഷെ അതൊരു കഥ പോലെ നമുക്ക് മനസ്സിലാക്കാം. മാർക്സിസ്റ്റ് സ്കൂൾ, നിങ്ങൾക്ക് കാൾ മാർക്സിനെ അറിയാലോ. ഇവിടെ പാർട്ടിയുടെ പരിപാടിയൊക്കെ വരുമ്പോൾ ഒരു താടി വെച്ച അപ്പൂപ്പനെ കാണാറില്ലേ? ആ അപ്പൂപ്പനാണ് മാർക്സ്. ഈ വേൾഡിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഓർ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ അറൗണ്ട് ദ വേൾഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ആളാണ് കാൾ മാർക്സ്. പുള്ളിയുടെ ആ എഴുത്തിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരുപാടധികം പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക് ആയിട്ടുള്ള കുറേയധികം ചലനങ്ങൾ ഈ വേൾഡിൽ ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം എന്തായാലും മാർക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മാർക്സ് പഠിക്കുമ്പോൾ പറയാം. ഇപ്പം തൽക്കാലം മാർക്സിയൻ തിയറി ബേസ് ചെയ്തിട്ട് എങ്ങനെ ഫാമിലി എമേർജ് ചെയ്തു എന്ന് പറയുന്നു എന്ന് മനസ്സിലാക്കാം. According to Marxian theory,
ബിഫോർ അഡ്വെന്റ് ഓഫ് ഫാമിലി ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ വേൾഡിൽ നിലനിന്നിരുന്ന ഒരു റിലേഷൻഷിപ്പ് ഫോം എന്ന് പറയുന്നത് ഇസ് റെഫേർഡ് ടു ആസ് ഓർ ഇസ് നോൺ ആസ് സെക്ഷുവൽ പ്രോമിസ്ക്യൂറ്റി. സെക്ഷുവൽ പ്രോമിസ്ക്യൂറ്റി എന്ന് പറയുന്നത് ഓക്കെ, സെക്ഷുവൽ പ്രോമിസ്ക്യൂറ്റി എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു ഓപ്പൺ റിലേഷൻഷിപ്പ്. ഈ ഓപ്പൺ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ദർ ഇസ് നോ എക്സ്ക്ലൂസീവ് സെക്ഷുവൽ പാർട്ട്ണർ. ഓക്കെ, ആരുമായും സെക്ഷുവൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാം. അങ്ങനെ ഇന്ന ആൾക്ക് ഇന്ന പേഴ്സൺ ഒന്നുമില്ല. അത് ശരിക്കും വരുന്നത് എന്തിലൂടെയാണ്? മാരേജ് ആൻഡ് ഫാമിലിയിലൂടെയാണ് എക്സ്ക്ലൂസീവ് സെക്ഷുവൽ പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നത്. ബിഫോർ ദാറ്റ് ദർ വാസ് നോ സച്ച് കോൺസെപ്റ്റ്. ഓപ്പൺ റിലേഷൻഷിപ്പ് ആയിരുന്നു. ഓക്കെ, now according to Engels ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, is a Marxian thinker. He said that basically നമ്മൾ ഹണ്ടിങ് ഗാദറിംഗ് ബാൻഡ്സ് ആയി നിലനിന്ന അത്ര തന്നെ കാലം ഇവിടെ ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് സച്ച് ഉണ്ടായിരുന്നില്ല എന്നാണ്. ഓക്കെ, എപ്പോഴാണ് ഫാമിലി ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ശരിക്കും നിലവിൽ വരുന്നത്? വിത്ത് എമർജൻസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. നമ്മൾ ഒരു പോയിന്റ് എത്തിയപ്പം ഹ്യൂമൻ ബീങ്സ് ഹണ്ടിങ് ഗാദറിംഗ് ബാൻഡ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അഗ്രികൾച്ചർ ചെയ്യാൻ തുടങ്ങി. അഗ്രികൾച്ചർ ചെയ്തു ആദ്യമൊക്കെ നമ്മൾക്ക് വേണ്ടുന്നത്ര ഭക്ഷണം മാത്രമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്. എന്നാൽ കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയപ്പോഴത്തേക്ക് നമ്മൾക്ക് കൂടുതൽ ബെറ്റർ ടൂൾസ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. അയേൺ ഒക്കെ വന്നു. സോ നമുക്ക് കുറേയും കൂടി ഫോറസ്റ്റ് ക്ലിയർ ചെയ്യാം. അങ്ങനെ ഫോറസ്റ്റ് ക്ലിയർ ചെയ്ത് നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിൽ എന്ത് ഗ്രോ ചെയ്യാൻ തുടങ്ങി? ക്രോപ്സ് ഗ്രോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ ക്രോപ്സ് ഗ്രോ ചെയ്തപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? നമ്മൾക്ക് കഴിക്കാൻ ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ ഗ്രെയിൻസ് നമ്മൾക്ക് അവൈലബിൾ ആയി. ഇവിടെ എന്ത് വന്നു? സർപ്ലസ് പ്രൊഡക്ഷൻ വന്നു. ഈ സർപ്ലസ് വന്നപ്പം ആർക്കെങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും ഈ സർപ്ലസിന് എന്ത് ചെയ്യണം? അപ്രോപ്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ? അപ്പം ഈ പഴയ ഹണ്ടിങ് ഗാദറിംഗ് ബാൻഡ്സിലെ സർട്ടൺ ട്രൈബൽ ഹെഡ്സ് ആയിട്ട് നിന്ന ആൾക്കാർ, കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ, അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഇങ്ങനെ വന്ന സർപ്ലസ് ആയിട്ടുള്ള പ്രൊഡക്ഷനെ അവർ ഓൺ ചെയ്യാൻ തുടങ്ങി. അവരതിനെ ഏറ്റെടുത്ത് അവരുടെ ഇതാക്കി മാറ്റി. ആൻഡ് ലേറ്റർ ഇത് സ്ലോലി എന്തായി? ലാൻഡും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയായി മാറി. ഇത് എൻ്റെ ലാൻഡ്, അത് നിന്റെ ലാൻഡ് എന്നൊക്കെയുള്ള സിസ്റ്റം വരാൻ തുടങ്ങി. അതുവരെ ക്ലാസ് ബേസ്ഡ് ഡിവിഷൻ ഇല്ലാത്ത സമൂഹത്തിൽ വിത്ത് ദ സർപ്ലസ് പ്രൊഡക്ഷൻ ഒരു ക്ലാസ് ബേസ്ഡ് ഡിവിഷൻ വന്നു. ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള രീതിയിൽ ലാൻഡ് ഓൺ ചെയ്യുന്ന ഈ സർപ്ലസിനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓണിംഗ് ക്ലാസ്സും, എന്നാൽ ലാൻഡ് ഓൺ ചെയ്യാത്ത കുറച്ചും കൂടി വീക്ക് ആയിട്ടുള്ള ആൾക്കാർ അവിടുത്തെ ലേബർ ക്ലാസ്സുമായി മാറി. ഓക്കെ, അക്കോർഡിംഗ് ടു ദ മാർക്സിയൻ പെർസ്പെക്റ്റീവ് ഇങ്ങനെ കുറച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടി വന്നപ്പം അവിടെയുള്ള ആളുകൾക്ക് ഒരു ആഗ്രഹം വന്നു, എന്ത് ചെയ്യണം? എൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എൻ്റെ അടുത്ത ജനറേഷനിലേക്ക് പോകണം. ബൈ ദ വേ, ആക്ച്വലി പറയപ്പെടുന്നത് ഈ ഇനീഷ്യൽ സ്റ്റേജസിൽ റീപ്രൊഡക്ഷനിൽ മെയിലിൻ്റെ റോൾ ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. അത് നമ്മൾ സയൻസ് ഒന്നും പഠിക്കുന്നില്ലല്ലോ. പീപ്പിൾ ബിലീവ് ദാറ്റ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന വിമൻ്റെ ബോഡിയിൽ മാത്രം നടക്കുന്ന ഒരു പ്രോസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ഇറ്റ് വാസ് ലേറ്റർ അണ്ടർസ്റ്റുഡ് ദാറ്റ് മെയിലിനും റീപ്രൊഡക്ഷനിൽ എന്തുണ്ട്? റോൾ ഉണ്ട്. സോ വൺസ് ദേ ഗോട്ട് ദിസ് ഇൻഫർമേഷൻ, അവർക്ക് ഈ ആഗ്രഹം കൂടി ദാറ്റ് എൻ്റെ പ്രോപ്പർട്ടി ആർക്ക് പോകണം? എൻ്റെ ഓഫ്സ്പ്രിങ്സിന്, എൻ്റെ മക്കൾക്ക് പോകണം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഓപ്പൺ സൊസൈറ്റി ആയിട്ട് നിലനിൽക്കുമ്പം ഇത് എൻ്റെ മക്കളാണോ അല്ലയോ എന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉറപ്പിക്കാൻ പറ്റില്ല അല്ലേ? DNA ടെസ്റ്റിംഗ് ഇല്ല, അതുകൊണ്ട് തന്നെ അത് പോസിബിൾ അല്ല. ആസ് എ റിസൾട്ട് ദേ വാണ്ടഡ് ടു ക്രിയേറ്റ് എ സിസ്റ്റം which can effectively transfer their property to their next generation, to their legitimate heir. As a result, അവർ ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫാമിലി. ഇതാണ് ഒരു മാർക്സിയൻ പേഴ്സ്പെക്റ്റീവിലൂടെയുള്ള എക്സ്പ്ലനേഷൻ ഓഫ് എമർജൻസ് ഓഫ് ഫാമിലി. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ 3 കാര്യം പറഞ്ഞല്ലേ? എന്തായിരുന്നു? സെക്ഷൽ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യാം. സെക്കൻഡ് തിങ് ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി. തേർഡ് വൺ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതൊരു മാർക്സിയൻ പേഴ്സ്പെക്റ്റീവിലുള്ള എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ നല്ല ടൂളല്ലേ? നിങ്ങൾ ആലോചിക്കുക, ഇപ്പം നമ്മൾക്ക് വളരെ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന ഒരു സോഷ്യൽ മെക്കാനിസം ആണ് മാരേജ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നതെങ്കിലും
ഇമാജിൻ ദിസ് വാസ് നോട്ട് എക്സിസ്റ്റിംഗ് ബിഫോർ അഡ്വെന്റ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അല്ലേ, ഈ ഒരു ടൂള് ചിന്തിച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ടൂള് കൊണ്ടുവന്ന ആൾക്കാരെ സമ്മതിക്കണ്ടേ? അതുവഴി അവരെന്താണ് എയിം ചെയ്തത്? നൈസായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ലെജിറ്റിമസി ഓഫ് ചിൽഡ്രൻ ഉറപ്പിക്കാൻ പറ്റും. അതുവഴി ഈസിലി മെയിലിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പ്രോപ്പർട്ടി നെക്സ്റ്റ് ജനറേഷന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. റൈറ്റ്? അതുകൊണ്ടാണ് പറയപ്പെടുന്നത്, അക്കോർഡിംഗ് ടു മാർക്സിയൻ പെർസ്പെക്റ്റീവ്, എല്ലാ റിലീജിയനിലും ഈ പറയുന്ന ഫാമിലിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാടധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ പ്രോപ്പർട്ടി ഉള്ള ആൾക്കാരാണ് റിലീജിയനെ ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ റിലീജിയൻ അവർക്ക് വേണ്ടി എഴുതി ചേർത്തു മാരേജ് സേക്രഡ്. മാരേജ് എന്ന് പറയുന്നത് ഭൂമിയിൽ വെച്ച് നടത്തപ്പെടുന്നെങ്കിലും തീരുമാനിക്കുന്ന എവിടുന്നാണ്? സ്വർഗത്തിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതാരും എന്ത് ചെയ്യാൻ പാടില്ല? ബ്രേക്ക് ചെയ്യാൻ പാടില്ല. കല്യാണത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഇൻ ജനറൽ എല്ലാ റിലീജിയനിലും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഐഡിയ മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ആസ്പെക്റ്റിലേക്ക് വരാം. നമുക്ക് ഒരു മാർക്സിയൻ വ്യൂ പോയിന്റ് എന്ന് വിട്ട് റെഗുലേഷൻ ഓഫ് സെക്ഷൽ ബിഹേവിയർ ആൻഡ് സോഷ്യൽ ഓർഡർ. ബേസിക്കലി ദർ ആർ അതർ വ്യൂ പോയിന്റ്സ് വിച്ച് സേ ദാറ്റ് ഈ പറയുന്ന സെക്ഷൽ ബിഹേവിയർ വെയർ അൺറെഗുലേറ്റഡ് ഡ്യൂറിങ് സെക്ഷൽ പ്രൊമിസ്ക്യൂറ്റി. അല്ലേ, ആരുമായിട്ടും സെക്ഷൽ റിലേഷൻഷിപ്പ് ആവാന്ന് പറയുമ്പം അവിടെ സെക്ഷൽ റിലേഷൻഷിപ്സ് തീരെ എന്തല്ല? റെഗുലേറ്റഡ് അല്ല. അങ്ങനെ റെഗുലേറ്റഡ് അല്ലാത്ത ഒരു ആക്ടിവിറ്റി സൊസൈറ്റിയിൽ ആളുകൾ കൂടുമ്പം, വർദ്ധിച്ചു വരുമ്പം അവിടെ എന്ത് സംഭവിക്കും? വീണ്ടും കോൺഫ്ലിക്റ്റ് സൊസൈറ്റിയിൽ വരാം. ഒരേ സെക്ഷൽ പാർട്ട്ണർക്ക് വേണ്ടി കുറെ ആൾക്കാർ എന്ത് ചെയ്യാം? അടികൂടാം. അല്ലേ? ചില ആൾക്കാർക്ക് സെക്ഷൽ പാർട്ട്നേഴ്സിനെ കിട്ടിയില്ല എന്ന് വരും, ചില ആൾക്കാർക്ക് സെക്ഷൽ പാർട്ട്നേഴ്സിനെ കുറെ അധികം ഉണ്ടാവും എന്ന് വിചാരിക്കാം. ഇങ്ങനെ വരുമ്പോൾ ആളുകളുടെ ഇടയിൽ വീണ്ടും കുറെ കൺഫ്യൂഷൻസും അതേപോലെ കോൺഫ്ലിക്റ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം സൊസൈറ്റി മുന്നോട്ട് പോകുമ്പം, ഈ സൊസൈറ്റി മുന്നോട്ട് പോകുമ്പോൾ എന്ന് പറയുമ്പം നമ്മൾ ആലോചിക്കേണ്ട കാര്യം, സൊസൈറ്റിയിലെ പോപ്പുലേഷൻ കൂടുമ്പം, സൊസൈറ്റി വലുതായി കൊണ്ടിരിക്കുമ്പം സൊസൈറ്റിക്ക് ആ ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആവശ്യം വരും. അപ്പം കോൺഫ്ലിക്റ്റ് കൂടിയപ്പം സൊസൈറ്റിക്ക് മനസ്സിലായി, ഓക്കെ ഇവിടെ പണി പാളുന്നുണ്ട്, ഈ സെക്ഷൽ ബിഹേവിയറിനെ, സെക്ഷൽ റിലേഷൻഷിപ്സിനെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്തേ പറ്റുള്ളൂ? റെഗുലേറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് മനസ്സിലായപ്പം സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി എന്നാണ് മറ്റ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവുകൾ എന്ത് ചെയ്യുന്നത്? ഇതിനെക്കുറിച്ച് പറയുന്നത്. ആൻഡ് ദെയർ ബൈ സൊസൈറ്റി എന്തിനാണ് എയിം ചെയ്യുന്നത്? ഓർഡറും സ്റ്റെബിലിറ്റിയും സമൂഹത്തിൽ കൊണ്ടുവരാം. അതിന് മനസ്സിലായോ? അപ്പം നിങ്ങളിങ്ങനെ മനസ്സിലാക്കണം, സൊസൈറ്റിയുടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി ആണ്. എന്ത് വില കൊടുത്തും ഓർഡറും സ്റ്റെബിലിറ്റി എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. ഇതാണ് നമ്മൾ വേണമെങ്കിൽ ഒരു സോൾ ഓർ പ്രൈം ഒബ്ജക്റ്റീവ് ഓഫ് സൊസൈറ്റി എന്ന് പറയാൻ പറ്റുന്നത്. അല്ലേ? എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാലും സൊസൈറ്റി അങ്ങനെ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ക്ലിയർ അല്ലേ? ഐഡിയ മനസ്സിലായോ? അപ്പോൾ ഫാമിലി എങ്ങനെ എമേർജ് ചെയ്തു? രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്നൊരു മാർക്സിയൻ പെർസ്പെക്റ്റീവിലൂടെ പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ട് പറയാം. രണ്ടാമത്തത് ഒരു ജനറൽ ലെവൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറയപ്പെടുന്നത് സൊസൈറ്റി മുന്നോട്ട് പോയി, ആളുകൾ കൂടി, കോൺഫ്ലിക്റ്റ് കൂടാൻ തുടങ്ങി, സെക്ഷൽ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യാത്തത് കൊണ്ട് ആസ് എ റിസൾട്ട് അതിനുള്ളൊരു നീഡ് വന്നു. അപ്പോൾ സൊസൈറ്റി എന്ത് ചെയ്തു? ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു, മാരേജ് ആൻഡ് ഫാമിലി, വെയർ ബൈ ദേ വെർ ഏബിൾ ടു കൺട്രോൾ സെക്ഷൽ ബിഹേവിയർ ഓർ റെഗുലേറ്റ് സെക്ഷൽ ബിഹേവിയർ and thereby reduce conflict, which ultimately leads to order and stability. ക്ലിയർ ആണല്ലോ? അതിന് മനസ്സിലായോ? നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എടുത്താലും, ഈ സമൂഹത്തിലുള്ള ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും അതൊക്കെ എമേർജ് ചെയ്തത് ഇങ്ങനെയുള്ള certain കോൺഫ്ലിക്റ്റുകളെ, ഇങ്ങനെയുള്ള certain കയോസിനെ ഒഴിവാക്കാൻ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തതാണ്. റിലീജിയൻ വളരെ മികച്ചൊരു എക്സാമ്പിളാണ്. നമ്മളൊരിക്കലും സോഷ്യോളജിയിൽ റിലീജിയനെ കുറിച്ച് പറയുമ്പം അതിൻ്റെ ഒരു സൂപ്പർ നാച്ചുറൽ ആംഗിളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. ഓക്കെ, ഗോഡ്, ഓൾമൈറ്റി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ചിലപ്പോൾ അതിനെയൊക്കെ നമ്മൾ തള്ളി പറയുകയും ചെയ്യും. ആരുടെയും മതവികാരം വ്രണപ്പെടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം. സോഷ്യോളജിക്കലി റിലീജിയൻ്റെ റെലവൻസ് എന്താണ്? റിലീജിയൻ ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ നിലവിൽ വന്നു? ആരെന്ന് പറഞ്ഞ ഓക്കെ, വാല്യൂസ് കീപ്പ് ചെയ്യാൻ, റൂൾസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, പേടിക്കാൻ. അല്ലേ? എന്തിനാണ് നമ്മൾ ആൾക്കാരെ പേടിപ്പിക്കുന്നത്? അദ്ദേഹം കളിച്ചാൽ ശവായി ആയിക്കളയും, നരകത്തിലേക്ക് ഇടുമെന്ന് പറയുമ്പോൾ ആൾക്കാരെങ്ങനെയാണ് പേടിക്കുന്നത്?
അത് അറിയാത്തതുകൊണ്ട്. പക്ഷെ എന്തിനാ പേടിപ്പിക്കുന്നത്? ആ, കറക്റ്റ്. ബേസിക്കലി സൊസൈറ്റിയിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മൾ സെക്ഷുവൽ ബിഹേവിയറിൻ്റെ റെഗുലേഷൻ ഫാമിലി വെച്ചിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. എല്ലാത്തെയും ആൾക്കാരുടെ ബിഹേവിയർ ഉണ്ടല്ലോ, അതിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യണ്ടേ. ഒരു സോഷ്യൽ കൺട്രോൾ ആവശ്യമില്ലേ? ആൾക്കാർ തോന്നിയതുപോലെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് എനിക്കൊരാൾക്ക് ദേഷ്യം വന്നു, ഞാൻ അടുത്ത നിമിഷം അയാളെ പോയി കൊല്ലുന്നു. ഇന്ന് ഞാനത് ചെയ്യില്ല. എന്തുകൊണ്ടാ? എനിക്ക് പോലീസിനെ പേടിയാണ് അല്ലേ. അവരെന്നെ പിടിച്ചോണ്ട് പോവും, ജയിലിൽ പോവും അല്ലേ, സമൂഹത്തിലുള്ള നിലയും വിലയും പോവും. റൈറ്റ്. ഇങ്ങനെയുള്ള കുറേ കോൺസിക്വൻസസ് എൻ്റെ മനസ്സിൽ വരുന്നതുകൊണ്ട് ഞാൻ എത്ര ദേഷ്യം വന്നാലും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യില്ല. പക്ഷെ അന്നത്തെ കാലത്ത് നിങ്ങളെ പിടിച്ചോണ്ട് പോകാൻ പോലീസില്ല, ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഒരാൾക്ക് ദേഷ്യം വന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അയാളെ കൊല്ലാം അല്ലേ. കാരണം ആകെയുള്ള കോൺസിക്വൻസ് എന്താണ്? ആ പേഴ്സൻ്റെ ആൾക്കാർ വന്ന് നിങ്ങളെ ചിലപ്പോൾ തല്ലി കൊന്നേക്കാം അല്ലേ. അതിന് നമ്മളെ ടീം സ്ട്രോങ് ആണെങ്കിൽ ഇതൊരു ഗ്രൂപ്പ് ഫൈറ്റിലേക്ക് അങ്ങ് ഒതുങ്ങിക്കോളും. അപ്പം അതേപോലെ വേറെയും പല കാര്യങ്ങളുണ്ട്. മറ്റൊരാൾ ഉപദ്രവിക്കാതിരിക്കണം അല്ലേ. ആൾക്കാർ ഇപ്പം ആരുടെയെങ്കിലും സ്വത്ത് ഉണ്ടെങ്കിൽ ആ സ്വത്തിൽ വെറുതെ തട്ടിയെടുക്കാൻ പാടില്ല. ഒരു ഫ്രീ വോക്ക് ആയിരിക്കും ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും കുറച്ചും കൂടി ലിമിറ്റ് ചെയ്തിട്ട് വേണം അവരുടെ ഫ്രീഡത്തെ സൊസൈറ്റിയിൽ ഉപയോഗിക്കാൻ. പക്ഷെ അതിനുള്ള മെക്കാനിസംസ് എന്തില്ല, അന്നത്തെ കാലത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് കോൺസിക്വൻസസ് ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് വരണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പേടിയാവും. അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് എന്തിനെ കൺസിഡർ ചെയ്യുന്നത്? റിലീജിയൻ. റിലീജിയൻ്റെ ഒരു പ്രൈമറി ഫംഗ്ഷൻ, അത് മാത്രമാണ് ഞാൻ പറഞ്ഞില്ല, വേറെയും കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട് വിച്ച് വിൽ ഡിസ്കസ്. പ്രൈമറി ഫംഗ്ഷൻ ഓഫ് റിലീജിയൻ ഇൻ എ സൊസൈറ്റി എന്താണെന്ന് ചോദിച്ചാൽ സോഷ്യൽ കൺട്രോൾ ആണ്. വെർബൈ ആൾക്കാർക്ക് ആ റിലീജിയസ് ആയിട്ടുള്ള സർട്ടൻ ഐഡിയാസ്, ടെനറ്റ്സ് ഓഫ് റിലീജിയൻ ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ നാളെ അവരെന്ത് ചെയ്യും? നരകത്തിലേക്ക് പോവും അല്ലേ. ഭൂമിയിലെ ജീവിതം വളരെ ചെറുതാണെന്നും പരലോകത്തെ ജീവിതമാണ് ഏറ്റവും വലുതെന്നല്ലേ റിലീജിയൻ പഠിപ്പിക്കുന്നത്. ആ പരലോകത്തെ വലിയ ജീവിതത്തിൽ മൊത്തത്തിൽ തീയിലൊക്കെ കിടക്കുക എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ വൻ പ്രശ്നമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? പേടിയാവും. കാരണം ഇതുണ്ടോ ഇല്ലയോ നമുക്ക് 100% ഉറപ്പിക്കാനുള്ള സ്കോപ്പില്ല, അഥവാ ഉണ്ടെങ്കിലോ അല്ലേ. അപ്പൊ നമ്മൾ പേടിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ടെനറ്റ്സ് ഫോളോ ചെയ്ത് ജീവിക്കും. ആസ് എ റിസൾട്ട് സൊസൈറ്റിയിൽ എന്ത് വരും? ഒരു സോഷ്യൽ കൺട്രോൾ സൊസൈറ്റിയിൽ വരും. റൈറ്റ്. അതുകൊണ്ടാണ് എല്ലാ റിലീജിയൻ്റെയും നിങ്ങൾ ലോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ ടെനറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു സൈഡ് ഓഫ് റിലീജിയൻ മൊത്തം ഡീൽ ചെയ്യുന്ന എന്തിനെയാണ്? മോറൽ ലിവിങ്ങിനെയാണ്. ബിക്കോസ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം when there was no legal system, when there was no judiciary or the ഈ പറയുന്ന law and order system, റിലീജിയൻ്റെ ഈ ടെനറ്റ്സ് ഓർ മോറൽ ലിവിങ് ആണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരുന്നത്. റൈറ്റ്. ഇനി രണ്ടാമത്തെ റിലീജിയൻ്റെ ഉദ്ദേശം എന്താണ്? രണ്ടാമത്തത് യൂണിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലേ. നമ്മളെല്ലാവരും ഒരേ വിശ്വാസം, ഒരേ ബിലീഫ് സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ആളുകളുടെ ഇടയിൽ എന്ത് വരാം? ഒരു സോളിഡാരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അല്ലേ. ഒരു കോമൺ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യും. ആ വാല്യൂസിന്റെ മുകളിൽ എന്ത് ചെയ്യും? ഒരു സോളിഡാരിറ്റി വരും. സമൂഹത്തിന് അതും ഇമ്പോർട്ടൻ്റ് അല്ലേ, ഒത്തൊരുമ വേണ്ട ആളുകൾ തമ്മിൽ. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ റിലീജിയനും എടുത്തു കഴിഞ്ഞാലും എല്ലാ റിലീജിയനിലും ഗ്രൂപ്പായിട്ട് നടത്തുന്ന ഒരുപാട് റിച്വൽസും ഫെസ്റ്റിവൽസും ഉണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന്? അതൊരു രസത്തിന് വേണ്ടി ചെയ്യല്ല, മറിച്ച് ശരിക്കും പണ്ട് ആ ഫെസ്റ്റിവൽസിനും ഇങ്ങനെയുള്ള ഗ്രൂപ്പായിട്ടുള്ള റിച്വൽസിനും സൊസൈറ്റിയിൽ ഒരുപാട് റോൾ ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ അത് കുറച്ചും കൂടി ഒരു സെലിബ്രേഷൻ, ആ റോള് പ്ലേ ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഇന്നും ഉണ്ട്. ഇപ്പൊ ദിവാലി എല്ലാവരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആ സൊസൈറ്റിയിൽ എന്ത് കൂടുകയാണ്? സൊസൈറ്റിയുടെ സോളിഡാരിറ്റി കൂടുകയാണ്. ഒരു ഉത്സവം ആ ഏരിയയിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് നടത്തുമ്പം ആ റീജിയനിലുള്ള ആളുകളുടെ ഇടയിലുള്ള ഒത്തൊരുമ എന്ത് ചെയ്യും? കൂടും. പണ്ടത്തെ കാലത്തും ഈ പറയുന്ന റിച്വൽസും ഫെസ്റ്റിവൽസിൻ്റെ ഒക്കെ റോൾ ഇത് തന്നെയായിരുന്നു, ടു ഇൻക്രീസ് ഒരു സോഷ്യൽ സോളിഡാരിറ്റി. നമ്മളുടെ ഒരു തിങ്കർ ഉണ്ട്, ദർഖൈം എന്ന് പറയുന്ന തിങ്കർ. ആ തിങ്കർ പറയുന്ന ഒരു കാര്യം, ഈ ജനങ്ങൾ ഒരുമിച്ച് കൂടി ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി റിലീജിയസ് ബേസിസിലൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റി ചെയ്യുമ്പം എന്തെന്നില്ലാത്തൊരു അനുഭൂതി ആളുകളിൽ കിട്ടുന്നു എന്നാണ്. എല്ലാവരും അതിനെ മനസ്സിലാക്കുന്നത് എന്തായിട്ടാണ്? ഒരു സൂപ്പർ നാച്ചുറൽ പവറിൻ്റെ, ഒരു സ്പിരിച്വൽ പവറിൻ്റെ ഒരു പവറായിട്ടാണ് കാണുന്നത്. പക്ഷെ അക്കോർഡിംഗ് ടു ദർഖൈം ശരിക്കും അതല്ല.
ഒരു സൊസൈറ്റി ഒരുമിച്ച് കൂടുമ്പം ആ ഒരുമിച്ച് കൂടുന്നതിൽ ഉണ്ടാവുന്ന സോളിഡാരിറ്റി എന്ന് ആൾക്കാർക്ക് കിട്ടുന്ന ഫീലിംഗ് ആണ് ഈ ഒരു എന്തെന്നില്ലാത്തൊരു അനുഭൂതി. അത് നാളെ ഫിഫ വേൾഡ് കപ്പ് കാണാൻ പോയി ആ ഗ്രൗണ്ടിലും കിട്ടും. അല്ലേ? ഇപ്പൊ നിങ്ങളൊരു ക്രിക്കറ്റ് കാണാൻ പോയി, കുറെ ആളുകളുള്ള ഒരു സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് കാണാൻ പോയിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ പോയിട്ടില്ല. ആരെയും പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അവിടെ എത്തുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതും അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ചിരുന്ന് ചെയർ ചെയ്യുമ്പോഴും ഈ സെയിം ഒരു അനുഭൂതി എന്ത് ചെയ്യും? കിട്ടിയെന്ന് വരാം. അപ്പം ദർക്കൈം പറയുന്നത് റിലീജിയസ് ഫെസ്റ്റിവൽസ് അതിൻ്റെ ഉദ്ദേശം ഇസ് ടു ക്രിയേറ്റ് ഈ ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ സോളിഡാരിറ്റി ആണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമുള്ള ഒരു സാധനമുണ്ട്. ഫെയ്ത്ത് ഹോപ്പാണ് ഫെയ്ത്തിനേക്കാളും. കോപ്പല്ല, ഹോപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ് ഹോപ്പ്? സി, നിങ്ങൾ ഇതിന് ഒരു രസകരമായിട്ട് നമ്മളെ സൊസൈറ്റി തന്നെ കാണുന്ന ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ കോസ്റ്റൽ ബെൽറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഡോമിനൻ്റ് ആയിട്ടുള്ള റിലീജിയസ് ഗ്രൂപ്പ് ഏതാണോ ആ റിലീജിയൻ്റെ ഒരുപാടധികം, വെദർ ഇറ്റ് ഇസ് ടെമ്പിൾസ് ആയിരിക്കാം, ചേർച്ച് ആണെങ്കിൽ ഒരുപാട് ചേർച്ചസ് ആയിരിക്കാം, അത് മോസ്ക് ആണെങ്കിൽ ഒരുപാട് മോസ്ക് ആയിരിക്കാം. അവിടെ ഇങ്ങനെ അടുത്തടുത്ത് കുറേ മോസ്കുകൾ അല്ലെങ്കിൽ കുറേ ചേർച്ചുകൾ അല്ലെങ്കിൽ കുറേ ടെമ്പിൾസ് ഇങ്ങനെ കാണും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ട്രിവാൻഡ്രത്ത് പൂന്തുറ ആ ഒരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എണ്ണിയിട്ടുണ്ട്, അറൗണ്ട് ഒരു 2.5-3 കിലോമീറ്ററിൻ്റെ സ്ട്രെച്ചിൽ തന്നെ 6-7 ചേർച്ച് ഉണ്ട്. ഓക്കെ, എന്നാൽ നേരെ മറിച്ച് കുറച്ചും കൂടി വിഴിഞ്ഞം സൈഡിലേക്ക് പോകുമ്പോൾ കുറേ മോസ്കുകളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇത് ശരിക്കും ഒരു സോഷ്യോളജിക്കൽ സ്റ്റഡി എന്നും പറയുന്ന ഒരു സംഭവമാണ്. കറക്റ്റ്. ഈ മത്സ്യബന്ധനം എന്ന് പറയുന്ന സംഭവം, ഓക്കെ, മീൻ പിടിക്കാൻ പോവുക എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഓപ്പൺ സീയിലേക്ക് പോവുക എന്ന് പറയുന്നത് ഹൈലി റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? കാലാവസ്ഥ പ്രതികൂലമായാൽ നമ്മളുടെ ജീവൻ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം? നഷ്ടപ്പെട്ടേക്കാം. റൈറ്റ്? ഹെവി റിസ്ക് ആണ് ഫോർ ലൈഫ്. അങ്ങനെ വരുമ്പം ഈ അൺസർട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് എപ്പോഴും അവിടെ ഒരു ഹോപ്പ്, ഒരു കോൺഫിഡൻസ് തരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനെയാണ്? വിശ്വാസം. ഒരു സൂപ്പർ നാച്ചുറൽ പവർ നമ്മളെ രക്ഷിക്കും എന്നുള്ള വിശ്വാസം വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഒരു ടോണിക് ഫോർ സെൽഫ് കോൺഫിഡൻസ് എന്നാണ് റിലീജിയനെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രിലിംസിൻ്റെ അന്ന് ഇവിടുത്തെ ആരാധനാലയങ്ങളെല്ലാം തിരക്കാം. എല്ലായിടത്തും മുടിഞ്ഞ തിരക്കാണ്. കാരണം പ്രിലിംസ് ആണ്, ഞാനുമേലുള്ള കളിയാണ്, താൻ പാതി ദൈവം പാതി എന്നൊക്കെ വിചാരിച്ച ആൾക്കാർ പോയേക്കാം, അല്ലേ? അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ? സംഹൗ നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഹോപ്പ് ക്രിയേറ്റ് ചെയ്യാനും കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാനും ഈ റിലീജിയൻ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം മനസ്സിലായല്ലോ? ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഈ സമൂഹത്തിൽ വെറുതെ അല്ല. നമ്മൾ കാണുന്ന ഓരോ സോഷ്യൽ പ്രാക്ടീസസും ഇവിടെ വെറുതെ അല്ല. ഓക്കെ, ഇതിൻ്റെ ഒരുപാട് സോഷ്യോളജിക്കലി രസകരമായ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ തവളയെ കല്യാണം കഴിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? തവളയെ കല്യാണം കഴിപ്പിക്കുക എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട്. എന്തിനാ തവളയെ കല്യാണം കഴിപ്പിക്കുന്നതെന്നറിയോ? മഴ പെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, തവളയെ കല്യാണം കഴിപ്പിക്കുന്നതും ഈ മഴ പെയ്യുന്നതും തമ്മിൽ എന്താ ബന്ധം? പോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീസെന്റ് എക്സാമ്പിൾ, മോഡിജി കൊറോണന്റെ സമയത്ത് പാത്രം മുട്ടാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇല്ലേ? നിങ്ങളെല്ലാവരും പുച്ഛിച്ചു പാവം മോഡിജി. ഓക്കെ, നിങ്ങളെല്ലാവരും, പുള്ളി എന്താ പറഞ്ഞത്? എല്ലാവരും പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യണം? പാത്രം കൊട്ടണം. അപ്പം പിന്നെ ചില ആൾക്കാർ അതിന്റെ തിയറിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ സൗണ്ട് കേട്ട് കൊറോണക്ക് നിൽക്കാൻ പറ്റാതെ ഓടിപ്പോകും എന്നൊക്കെ പറഞ്ഞു. സംഭവം പുള്ളി അങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞാണെന്നൊന്നും എനിക്ക് ഉറപ്പില്ലെങ്കിലും നമ്മളൊരു സോഷ്യോളജിക്കലി പറയുമ്പം ഈ കോവിഡിന്റെ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ സോളിഡാരിറ്റി വീക്കാവും. എല്ലാവരും അവരവരുടെ വീടുകളിൽ ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുമ്പം സമൂഹത്തിലെ സോളിഡാരിറ്റി കുറയല്ലേ, അല്ലേ? അങ്ങനെ വരുമ്പം അത് മനുഷ്യന്മാരിൽ എന്തുണ്ടാക്കും? ഒരുപാടധികം മാനസിക പിരിമുറുക്കം, അല്ലേ? സ്ട്രെസ് ഉണ്ടാക്കാം. ഈ സ്ട്രെസ് മാറ്റാനും ഒരു സോഷ്യൽ സോളിഡാരിറ്റി വീണ്ടും കൊണ്ടുവരാനുള്ള ഒരു ടെക്നിക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാം. ബിക്കോസ് എല്ലാവരും ബാൽക്കണിയിൽ ഇറങ്ങി ഇങ്ങനെ മുട്ടുമ്പം അപ്പുറം ഇപ്പുറമൊക്കെ കുറേ മനുഷ്യന്മാരുണ്ട്, എല്ലാവരും ഒരുമിച്ച് ഒരു റിച്വൽ പോലെ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പം ഈ ഒരു സോഷ്യൽ സോളിഡാരിറ്റി വർദ്ധിക്കും. ചിലപ്പോൾ സോഷ്യോളജി പഠിച്ച ആരെങ്കിലും IAS ആയിട്ട് അവിടെ ഉണ്ടാവും, അവർ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം. ഓറൽസ് പുള്ളി വെറുതെ അങ്ങ് പറഞ്ഞു സാധനം. പക്ഷെ എന്നാലും സോഷ്യോളജിക്കലി ഇങ്ങനെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. ഇതേപോലെയാണ് തവളയെ കല്യാണം കഴിപ്പിക്കുന്നതും. കുറേ വിശ്വാസങ്ങൾ ഇതേപോലെ ഉണ്ട്. നമ്മൾ ആലോചിക്കുമ്പോൾ ഇറാഷണൽ ആയിട്ട് തോന്നാം.
എന്തിനാ ഇപ്പോൾ അവളെ കല്യാണം കഴിപ്പിച്ചാൽ എങ്ങനെയാണ് മഴ പെയ്യുക, അത് സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫാണ് നമ്മൾ വിചാരിക്കും. പക്ഷെ ശരിക്കും അങ്ങനെയുള്ള റിച്വൽസും കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത് മഴ പെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അല്ല, മറിച്ച് അതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ റിച്വലിൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം അല്ലേ, മഴ കിട്ടാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ജനങ്ങൾ ഇങ്ങനെ ഒരു റിച്വൽ ഒരുമിച്ച് ചെയ്യുമ്പം അവരുടെ ഇടയിലുള്ള സോൾഡാരിറ്റി വർദ്ധിക്കുകയും അതൊരു കൈൻഡ് ഓഫ് ആൾക്കാർക്ക് ഒരു റിലീഫും റെസ്പൈറ്റും കൊടുക്കും എന്നുള്ളതാണ്. അതിന് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേയധികം സംഭവങ്ങളുണ്ട്. അപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യം, ശരിക്കും വേരിയസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും സോഷ്യൽ പ്രാക്ടീസസും ഒരു പരിധി വരെ അതിൻ്റെതായ സർട്ടൻ ഫങ്ഷണൽ റോൾ ഉണ്ട്. Now this doesn't mean that എല്ലാ സോഷ്യൽ പ്രാക്ടീസസും സോഷ്യൽ റിച്വൽസും ഫങ്ഷണൽ ആണെന്നല്ല. There are certain social rituals and practices which are dysfunctional. അതിനകത്ത് നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, പണ്ട് നിലനിന്നിരുന്ന സതി, അതൊരു സോഷ്യൽ റിച്വൽ ആൻഡ് പ്രാക്ടീസ് ആണ്. അത് ഭയങ്കര ഫങ്ഷണൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇവൺ തോ എല്ലാത്തിനും ഇല്ലെങ്കിലും certain social practices and rituals carry certain functions, especially for society. ഐഡിയ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സൊസൈറ്റിക്ക് എന്ത് വേണം? ഓർഡറും സ്റ്റെബിലിറ്റിയും. അതിനുവേണ്ടി സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്? പല രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലിയർ ആണോ? ഐഡിയ മനസ്സിലായോ? ഓക്കെ ആണല്ലോ. ശരിക്കും ഇപ്പം നിങ്ങൾ തന്നെ ആലോചിക്കാം, സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, സ്റ്റേറ്റ് അല്ലേ, ശരിക്കും സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ബേസിക് ഐഡിയ എന്താണ്? കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടി. ഇവിടെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഇപ്പം ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാതെ കാർ ഓടിച്ചാൽ എനിക്ക് ഫൈൻ അടിക്കാം. എനിക്ക് വേണമെങ്കിൽ ഇറങ്ങി ചോദിക്കാം, നീ ആരാ എനിക്ക് വേണ്ടി ഫൈൻ അടിക്കാൻ? എനിക്ക് സൗകര്യമില്ല എന്ന് ഞാൻ എന്തുകൊണ്ട് പറയുന്നില്ല? അല്ലേ? ഇപ്പം ഞാൻ ഉണ്ടാക്കിയ നിയമമാണോ? ഇപ്പം സീറ്റ് ബെൽറ്റ് ഇടാതെ കാർ ഇടിച്ച് ഞാൻ മരിച്ചു, എനിക്കല്ലേ നഷ്ടം? അല്ലേ? അപ്പം എന്നെ എന്തിനാ സീറ്റ് ബെൽറ്റ് ഇടിപ്പിക്കുന്നത് ഞാൻ ചോദിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ആ ലോ എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നു, ഫോളോ ചെയ്യുന്നു. ഇവിടെ ശരിക്കും എന്താ സംഭവം? ഈ സ്റ്റേറ്റും സ്റ്റേറ്റിന്റെ പവറും സ്റ്റേറ്റ് നമ്മളെ റെഗുലേറ്റ് ചെയ്യുന്നതും ഇസ് ബേസ്ഡ് ഓൺ എ കോൺട്രാക്ട്. എന്താണ് ആ കോൺട്രാക്ട്? ഞാൻ എൻ്റെ ഫ്രീഡത്തിൻ്റെ ഒരു പോർഷൻ ആർക്ക് കൊടുക്കുകയാണ്? സ്റ്റേറ്റിന് കൊടുക്കുകയാണ്. വിത്ത് ദ എക്സ്പെക്ടേഷൻ, വിത്ത് ദ പ്രോമിസ് ദാറ്റ് സ്റ്റേറ്റ് എന്ത് ചെയ്യും? എൻ്റെ ലൈഫിനെയും എൻ്റെ പ്രോപ്പർട്ടിയെയും പ്രൊട്ടക്റ്റ് ചെയ്യും. അല്ലേ? ശരിക്കും നമ്മളതല്ലേ ചെയ്യുന്നത്? നമ്മൾ ഈ നിയമം അനുസരിക്കുന്നത് വഴി നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നത്? നമ്മളുടെ ഫ്രീഡത്തിൻ്റെ ഒരു പോർഷൻ ആർക്ക് കൊടുക്കുകയാണ്? സ്റ്റേറ്റിന് കൊടുക്കുകയാണ്. എന്താണ് ആ ഫ്രീഡത്തിൻ്റെ ഒരു പോർഷൻ? നിങ്ങൾക്ക് എൻ്റെ ബിഹേവിയറിനെ, എൻ്റെ ഫ്രീഡത്തെ റെഗുലേറ്റ് ചെയ്യാൻ എന്തുണ്ടാക്കാം? നിയമങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ ആ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് ഒരു കോമൺ ഗുഡിന് വേണ്ടിയുള്ള നിയമമായിരിക്കണം. അതിനെ ബേസ് ചെയ്തിട്ട് എൻ്റെ ഫ്രീഡത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെഗുലേറ്റ് ചെയ്യാം. ഇപ്പോൾ കോവിഡ് വന്നു, പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്നു, നിയമം പാസ്സാക്കുന്നു, ഫൈന് അല്ലേ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. എന്തിനാണ്? നമ്മൾ എന്തുകൊണ്ട് അത് പാലിക്കുന്നു? ബിക്കോസ് നമുക്കറിയാം സ്റ്റേറ്റ് എൻ്റെ ഫ്രീഡത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോഴും അവിടെ ഒരു കോമൺ ഗുഡിന് വേണ്ടിയിട്ടാണ്. ആ കോമൺ ഗുഡ് ആർക്കും ബാധകമാണ്? എനിക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും. അല്ലേ? അപ്പം ഫോർ സേഫ്റ്റി ഓഫ് മൈ ലൈഫ് ആസ് വെൽ ആസ് മൈ പ്രോപ്പർട്ടി. ഓക്കെ, അലാം അടിച്ചാണോ? അപ്പം ഫോർ സേഫ്റ്റി ഓഫ് മൈ ലൈഫ് ആസ് വെൽ ആസ് മൈ പ്രോപ്പർട്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഐ എം പാർട്ടിങ് മൈ ഫ്രീഡം, അല്ലെ, ഒരു പോർഷൻ ഓഫ് മൈ ഫ്രീഡം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സോഷ്യോളജിക്കലി നമ്മൾ ചിന്തിക്കുമ്പം എന്താണ് സംഭവം? സ്റ്റെബിലിറ്റി ആൻഡ് ഓർഡർ കൊണ്ടുവരുന്നു. അതിൻ്റെ ബെനിഫിഷ്യറീസ് നമ്മളും കൂടിയാണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയോ? ഐഡിയ മനസ്സിലായോ? അപ്പോൾ സൊസൈറ്റി എന്താണെന്നുള്ളത് ഇപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഇനി 4 ആൾ ചോദിച്ചാൽ പറയാൻ പറ്റില്ല എന്താണ് സൊസൈറ്റി എന്നുള്ളത്. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫാമിലിനെ കുറിച്ച് സംസാരിക്കാം. എന്താണ് ഫാമിലി? നിങ്ങൾ ഇത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇത് നോക്കി വായിക്കും. എന്താണ് ഫാമിലി? അങ്ങനെ ചോദിക്കാൻ പാടില്ല. വളരെ സിമ്പിളായിട്ട്, നിങ്ങൾ അങ്ങനെ ടെക്നിക്കൽ ഡെഫിനിഷൻ ഒന്നും ചിന്തിക്കണ്ട, ഞാൻ അതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. വളരെ സിമ്പിൾ, ഒരു എന്താ പറയണ്ടേ, ഒരു ലേ ഹ്യൂമൻ പെർസ്പെക്റ്റീവിൽ നിന്ന് പറഞ്ഞാൽ മതി. ആ
റിലേറ്റഡ് പീപ്പിൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിക്കുന്നു. എന്താണ് ഈ റിലേറ്റഡ് എന്ന് പറയുന്നത്? ബ്ലഡ് റിലേഷൻ. ആ, ബ്ലഡ് റിലേഷൻ ആവാം, അല്ലാണ്ട് നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന കാര്യം. ഓക്കെ. പീപ്പിൾ ഹു ആർ റിലേറ്റഡ് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കുന്നു. ഓക്കെ. വേറെന്തെങ്കിലും ഐഡിയ ഓഫ് ഫാമിലി ആർക്കെങ്കിലും പറയാനുണ്ടോ? ശരിയാണ്, ഞാൻ പറഞ്ഞല്ലോ, സോഷ്യോളജിയിൽ ഒരു ഗുണമുണ്ട്, നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും തെറ്റില്ല. ഓക്കെ, പാർട്ട്ലി കറക്റ്റ് ആയിരിക്കും എന്തായാലും. അതുകൊണ്ട് ഇതുവരെ ക്ലാസ്സിൽ ഒന്നും പറയാൻ അവസരം കിട്ടാത്ത ആൾക്കാർക്ക് ഈ അവസരം ഉപയോഗിക്കാം. ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവില്ല എന്തെങ്കിലും പറയണം, പക്ഷെ തെറ്റിപ്പോന്നുള്ള പേടി കാരണം പറയാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ല. മിനിമം 2 ഇൻഡിവിജ്വൽ സപ്പോർട്ടിങ് ഈച്ച് അതർ. ഇപ്പൊ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ശരി. പറയാൻ പറ്റും. അല്ല, ശരിക്കും പറഞ്ഞാൽ ഫാമിലിക്ക് ഇപ്പം പഴയ പോലെ അല്ല, ഇപ്പൊ ഒരു ബ്രോഡർ ഡെഫിനിഷൻ ഓഫ് ഫാമിലി ഉണ്ട്. ആ, അങ്ങനെ പറയാം. പക്ഷെ നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന എല്ലാ ഇൻസ്റ്റൻസിനെയും ഫാമിലി എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ രണ്ടുപേര് തീരുമാനിക്കുകയാണ് അവർക്ക് ഒരുമിച്ച് താമസിക്കണം, അവരൊരു ഫാമിലി ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നു, ലിവ് ഇൻ റിലേഷൻഷിപ്പ് പോലെ. അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ ഒരു ഡെഫിനേഷൻ ഓഫ് ഫാമിലിയിൽ ഉൾപ്പെടുത്താം. പക്ഷെ ഒരു പ്രോസസ് ഓഫ് റിപ്രൊഡക്ഷൻ ഓർ പ്രൊക്രിയേഷൻ്റെ ആംഗിൾ നമുക്ക് പറയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ജനറലി ആളുകൾക്ക് കുട്ടികൾ വേണ്ടാന്നല്ലേ തീരുമാനം. അതിന് മനസ്സിലായോ? അപ്പം ഡബിൾ ഇൻകം നോ കിഡ്സ് ഫാമിലീസ് ഒക്കെ വരുന്ന കാലമാണ്, ഡിങ്ക് ഫാമിലീസ് എന്ന് പറയും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബേസിക് ഒരു ഒബ്ജക്റ്റീവ് ഓഫ് ഫാമിലി ആയിട്ട് ഇപ്പം കൺസിഡർ ചെയ്യുന്നില്ല. കുറേ ഷിഫ്റ്റുകളും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം പഴയ കാലത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഫാമിലിയുടെ ഒബ്ജക്റ്റീവ് തന്നെ എന്തായിരുന്നു? സെക്ഷൽ റിലേഷൻഷിപ്പിനെ റെഗുലേറ്റ് ചെയ്യാം, പ്രൊക്രിയേഷനെ പ്രോപ്പർ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബേസിക്കലി ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ദ ഒബ്ജക്റ്റീവ് ഓഫ് മാരേജ് ഇൻ ഏർലിയർ ടൈംസ്, 2 ഒബ്ജക്റ്റീവ് ആണ് പറയുന്നത്. ഒന്ന് റിപ്രൊഡക്ഷൻ, രണ്ടാമത്തത് റിലീജിയസ് ഡ്യൂട്ടീസും ആയിട്ട് കണക്ട് ചെയ്യുമായിരുന്നു മാരേജിന്. കാരണം റിലീജിയസ് ആയിട്ടുള്ള എന്തുണ്ട്, മാരേജ് നടത്തണം, മാരേജ് ഉണ്ടാവണം എന്നുള്ളതിൻ്റെ ഒരു ഡിസൈറബിൾ കാര്യമായിട്ടാണ് റിലീജിയനിൽ പറയുന്നത്. ഇപ്പോൾ ഹിന്ദു റിലീജിയസ് ബിലീഫ്സിൽ മാരേജ് ഇസ് കൺസിഡേർഡ് ടു ബി പാർട്ട് ഓഫ് ധർമ്മ അല്ലേ? അതേപോലെ ഇസ്ലാമിൽ സുന്ന എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ഡിസൈറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി. ഇനി വെൻ ഇറ്റ് കംസ് ടു ദാറ്റ് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്തിൽ അങ്ങനെ എന്തെങ്കിലും ടേം ഉണ്ടോ? അറിയില്ല, എന്തായാലും ഉണ്ട്, എന്തോ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ക്രിസ്ത്യൻ ഫെയ്ത്തിലാണെങ്കിലും മാരേജിനെ കാണുന്നത് ഒരു സേക്രഡ് സംഭവമായിട്ടാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ഫെയ്ത്തിൽ പറയുന്നത് സ്വർഗത്തിൽ വെച്ച് തീരുമാനിക്കുന്നു, ഭൂമിയിൽ വെച്ച് നടത്തും. അപ്പം 2 ഉദ്ദേശമാണ് പണ്ട് പറയപ്പെടുന്നത്. ഒന്ന് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊക്രിയേഷൻ, സെക്കൻഡ് വൺ ഇസ് റിലീജിയസ്. പക്ഷെ ഇന്ന് നമ്മൾ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ഇതാണോ ഇന്ന് ഫാമിലിയുടെ മേജർ ഒബ്ജക്റ്റീവ്? ഇന്നെന്താ ഒബ്ജക്റ്റീവ് ഫാമിലി? കമ്പനിയോ? കമ്പാനിയൻഷിപ്പ് അല്ലേ? ഇന്നത്തെ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് എന്താണ്? കമ്പാനിയൻഷിപ്പ് വേണം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ സൊസൈറ്റി പണ്ട് വ്യൂ ചെയ്തതും ഇന്ന് വ്യൂ ചെയ്യുന്നതും ഒരുപാട് ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും എന്താണ് ഫാമിലി? ആരോ എന്തോ പറഞ്ഞോ ബേസിക് യൂണിറ്റ് ഓഫ് എ സൊസൈറ്റി. ഇപ്പം കാണിച്ചു തരാം. ഇതല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ, അപ്പോൾ വേറെന്ത് പറയാം? വാട്ട് ഇസ് ഫാമിലി? സോഷ്യലി ഓർ ലീഗലി, വിത്ത് ഓർ വിത്തൗട്ട് സെക്സ്, സോഷ്യലി അക്സെപ്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യലി ആൻഡ് ലീഗലി അക്സെപ്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് ഓർ വിത്തൗട്ട് സെക്സ്. ഓക്കെ, പക്ഷെ സെക്ഷൽ റിലേഷൻഷിപ്പ് ഒരു മേജർ ഡിറ്റർമൈനിങ് ഫാക്ടർ ഓഫ് മാരേജ് ആൻഡ് ഫാമിലി അല്ലേ? ഇപ്പം അല്ലേ? ഓക്കെ, എൻ്റെ അടുത്ത് എന്നെ പഠിപ്പിക്കൂ, പറയൂ. അങ്ങനെ ഉള്ള ടൈപ്പ് ഓഫ് ഫാമിലീസ് ഉണ്ട്. ഓക്കെ, എന്താണ് ടൈപ്പ് ഓഫ് അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഫാമിലീസിൻ്റെ എന്തെങ്കിലും സ്പെസിഫിക്? ഞാൻ ഇത് വളരെ സീരിയസ് ആയിട്ട് എനിക്ക് അറിയാൻ വേണ്ടി തന്നെ ചോദിക്കാം കേട്ടോ.
അസെക്ഷൽ റിലേഷൻഷിപ്സ്. ഓക്കെ, അത് ഭയങ്കരമായിട്ട് ഇത് ട്രാക്ഷൻ പോപ്പുലർ ആവുന്നുണ്ട്. അപ്പോൾ ആ പെർട്ടിക്കുലർ റിലേഷൻഷിപ്പിന്റെ ഡൈനാമിക്സ് എന്താ? ഓക്കെ, ഒരു ഇമോഷണൽ കമ്പാനിയൻഷിപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വിത്തൗട്ട് എനി സെക്ഷൽ റിലേഷൻഷിപ്പ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും പറയാം, മോഡേൺ ഡെഫിനിഷൻ ഓഫ് ഫാമിലി. ഓക്കെ, ഇനി നമുക്ക് ട്രഡീഷണലി വാട്ട് ഈസ് ഫാമിലി? സൊസൈറ്റിയുടെ മിനിയേച്ചർ ഫോമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ദെൻ ശരിക്കും നമ്മൾ ഒരു ബ്രോഡർ സെൻസിൽ, നോട്ട് in agreement with the current forms of family, it is usually said that in simple terms family consists of a social group, okay, either formed through marriage or through blood. ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫാമിലി. വളരെ സിമ്പിൾ ഡെഫിനിഷൻ ഓഫ് ഫാമിലി ആയിട്ട് പറയാൻ പറ്റുന്നത്, social group consisting of relatives or people who are related with each other either through blood or through marriage. Okay, a social group related with each other either by blood or through marriage. ഇതിനകത്ത് നമ്മൾ ബ്ലഡ് റിലേഷൻ സോഷ്യോളജിക്കൽ ടേംസിൽ പ്യോർലി ബയോളജിക്കൽ സെൻസിലല്ല എടുക്കുന്നത്. ബ്ലഡ് റിലേഷൻ ഇസ് കൺസിഡേർഡ് ഇൻ എ ബ്രോഡർ സെൻസ് വെയർ അഡോപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയും ബ്ലഡ് റിലേഷൻ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ആ സോഷ്യൽ ആംഗിൾ ഓഫ് റിലേഷൻഷിപ്പാണ്. അതാണ് അഫിനൽ റിലേഷൻഷിപ്പ് ആൻഡ് കോൺസാങ്ക്വിനിയസ് വരുന്നുണ്ട്. ബേസിക് അങ്ങനെയും വേണമെങ്കിൽ എഴുതാം. ഒബ്വിയസ്ലി ഞാൻ വളരെ സിമ്പിൾ ടേംസിൽ പറഞ്ഞതാണ് ബൈ ബ്ലഡ്, ദാറ്റ് ഇസ് കോൺസാങ്ക്വിനിയസ് ഓർ ത്രൂ മാരേജ് ഓർ അഫിനൽ റിലേഷൻ. ഓക്കെ, ക്ലിയർ? ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. പക്ഷേ ആസ് യു ഓൾ ഇപ്പോൾ പറഞ്ഞതെല്ലാം പോലെ ശരിക്കും പറഞ്ഞാൽ ഫാമിലിയുടെ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് ബ്രോഡായി നമുക്കിപ്പം എന്തിനേയും ഫാമിലി എന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്. പഴയ ഡെഫിനിഷൻ ഓഫ് ഫാമിലിയിൽ ജനറലി പറഞ്ഞുകൊണ്ടിരുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അഡൽട്ട്സ് ഓഫ് ബോത്ത് സെക്സസ്, അറ്റ്ലീസ്റ്റ് 2 of them ഹാവിങ് സോഷ്യലി അപ്രൂവ്ഡ് സെക്ഷൽ റിലേഷൻഷിപ്പ് ആൻഡ് ദെയർ ചിൽഡ്രൻ ഓൺ ഓർ അഡോപ്റ്റഡ് എന്നൊക്കെയാണ് പണ്ടത്തെ ഒരു ഡെഫിനിഷൻ ഓഫ് ഫാമിലി ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അഡൽട്ട്സ് ഓഫ് ബോത്ത് സെക്സസ് ബിക്കോസ് സെയിം സെക്സ് മാരേജസ് ഇന്ന് കോമൺ ആണ്. ആസ് എ റിസൾട്ട് ആ ഒരു പോർഷൻ ഓഫ് ഡെഫിനിഷൻ ഇന്ന് റെലവൻ്റ് അല്ല. പിന്നെ എന്താണ് പറഞ്ഞത്? അറ്റ്ലീസ്റ്റ് 2 of them ഹാവിങ് സോഷ്യലി അപ്രൂവ്ഡ് സെക്ഷൽ റിലേഷൻഷിപ്പ്, സെക്ഷൽ റിലേഷൻഷിപ്സിനെ കുറിച്ച് പറഞ്ഞു, അതുമില്ല. ചിൽഡ്രൻ ഓൺ ഓർ അഡോപ്റ്റഡ്, ചിൽഡ്രനേ ഇന്നില്ല. അപ്പോൾ ഈ 3 കേസ് എടുത്താലും ഇത് ശരിക്കും പറഞ്ഞാൽ മോസ്റ്റ് വൈഡ്ലി ആക്സെപ്റ്റഡ് ഡെഫിനിഷൻ ഓഫ് ഫാമിലി ആസ് ഗിവൺ ബൈ G.P. Murdoch എന്ന് പറയുന്ന ഒരു തിങ്കർ ഉണ്ട്. He said that family is a social group characterized by common residence, economic cooperation and reproduction. It consists of adults of both sexes, at least 2 of them having socially approved sexual relationship, and children own or adopted of the sexually cohabiting adults. ഇതാണ് പുള്ളിയുടെ ഡെഫിനിഷൻ ഓഫ് ഫാമിലി. പക്ഷേ പുള്ളിയുടെ ഡെഫിനിഷൻ തുടക്കം തൊട്ട് അവസാനം വരെ ഇന്ന് റെലവൻ്റ് അല്ല. നിങ്ങൾക്ക് എഴുതിയെടുക്കാനാണെങ്കിൽ അടുത്ത സ്ലൈഡിൽ ഉണ്ടാവും, സോ ഡോണ്ട് വറി, നമ്മൾ പഠിക്കേണ്ട ഡെഫിനിഷനാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ഫാമിലി ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നത്തെ കാലത്ത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് കോമൺ, ഞാൻ നേരത്തെ പറഞ്ഞു G.P. Murdochന്റെ ഡെഫിനിഷൻ്റെ ഫസ്റ്റ് ലൈൻ ജസ്റ്റ് ഒന്നും കൂടി നമുക്ക് റീവിസിറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം ആ ചേഞ്ച് വരുന്നതിനെ കുറിച്ച്. ഫാമിലി ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ് ക്യാരക്ടറൈസ്ഡ് ബൈ കോമൺ റെസിഡൻസ്, ഇക്കണോമിക് കോപ്പറേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ഹിസ് ഡെഫിനിഷൻ. ഇതിൽ നമ്മൾ എടുക്കാം കോമൺ റെസിഡൻസ് ഇല്ല. ലിവിങ് അപ്പാർട്ട് ടുഗെദർ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് ലിവിങ് അപ്പാർട്ട് ടുഗെദർ? കല്യാണം കഴിച്ചിട്ടുണ്ട്, പക്ഷെ അവർ രണ്ട് സ്ഥലത്താണ് താമസിക്കുന്നത്. അവർ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് താമസിക്കുന്നത്. ഇവർ തമ്മിൽ മോസ്റ്റ്ലി ഉള്ളത് എന്ത് ടൈപ്പ് ഓഫ് കണക്ഷനാണ്? ഒരു ഇമോഷണൽ കമ്പാനിയൻഷിപ്പാണ്. നമുക്ക് വിഷമമൊക്കെ വരുമ്പം വിളിക്കാൻ ഒരാൾ. ശരിക്കും ഒരു പരിധി വരെ അതാണ് ആ റിലേഷൻഷിപ്പ്. ഒരു ഇമോഷണൽ ബേസിസിലുള്ള നമ്മളുടെ നീഡ്സ് മീറ്റ് ചെയ്യാം, അല്ലേ? എന്നാൽ അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഹൈലി ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പുമാണ്. ഇൻഡിവിജ്വലിസത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഈ രണ്ടുപേരുടെയും അവരുടേതായ ഇൻഡിപെൻഡൻറ്റ് കരിയർ, അവരുടേതായ പ്രൈവറ്റ് സ്പേസ്,
അവരുടേതായ പ്രൈവറ്റ് അതർ റിലേഷൻസ് ലൈക്ക് ഫ്രണ്ട് സർക്കിൾ റിലേഷൻസ്, മറ്റേ റിലേറ്റീവ്സ്, ഇങ്ങനെ ഇതിനെയൊക്കെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഫോം ഓഫ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് എന്തിനെ കൺസിഡർ ചെയ്യുന്നത്, LAT ഓർ ലിവിങ് എപ്പാർട്ട് ടുഗെദർ. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. ലിവിങ് എപ്പാർട്ട് പക്ഷെ ടുഗെദർ, അല്ലേ, ഡിവൈഡഡ് ബൈ ജോഗ്രഫി പക്ഷെ യൂണിഫൈഡ് ബൈ ഇമോഷൻസ്. അതാണ് ഇതിൻ്റെ സാധനം. ഇനി അപ്പം അതിൻ്റെ കാര്യം തീരുമാനമായി. അതേപോലെ വീക്കെൻഡ് ഫാമിലീസ് എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ ഉണ്ട്. എന്താണ് വീക്കെൻഡ് ഫാമിലീസ്? വീക്കെൻഡിൽ മാത്രം കണ്ടുമുട്ടുന്ന ടൈപ്പ് ഓഫ് ഫാമിലീസ് ഉണ്ട്. പിന്നെ കേരളത്തിൽ മാത്രം പോപ്പുലർ ആയിട്ടുള്ള പ്രവാസി ഫാമിലീസും ഉണ്ട്. ഓക്കെ, എന്താണ്, ഇതേപോലെ വേറൊരു ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ വർക്കിന് പോകുന്നു, ഇവർ വൺസ് ഇൻ എ വൈൽ മാത്രമേ വിസിറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ള ടൈപ്പ് ഓഫ് ഫാമിലീസും കാണാം. അപ്പോൾ കോമൺ റെസിഡൻസ് ഇല്ല. അടുത്ത ഇക്കണോമിക് കോപ്പറേഷൻ. ഇക്കണോമിക് കോപ്പറേഷൻ ഇന്ന് നമ്മൾ എടുക്കുക. ഡബിൾ ഇൻകം നോ കിഡ്സ് ഫാമിലീസ്, അവിടെ ഇക്കണോമിക് കോപ്പറേഷൻ ഇല്ല. രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഏൺ ചെയ്യുന്നു, അവരുടേതായ രീതിയിലുള്ള അവരെ തന്നെ ഇക്കണോമിക്കലി സപ്പോർട്ട് ചെയ്യുന്നു. ഇനി എന്തെങ്കിലും റെന്റിന് ഒരുമിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ പോലും അതെന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, എക്സ്പെൻസസ് ഷെയർ ചെയ്യുന്നു. അവിടെ ഇക്കണോമിക് കോപ്പറേഷൻ ഉണ്ടോ? ലാർജ്ലി ഇല്ല. റൈറ്റ്. LATയിൽ ഇക്കണോമിക് കോപ്പറേഷൻ ഉണ്ടോ? ലിവിങ് അപ്പാർട്ട് ടുഗെദറിൽ ഇല്ല. ഓക്കെ, ഇനി മൂന്നാമത്തത് എന്താണ്? റീപ്രൊഡക്ഷൻ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ഇപ്പം കാര്യമായിട്ട് ആരും നിർബന്ധം പിടിക്കുന്നില്ല. ഇനി സെക്കൻഡ് പാർട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, അല്ലേ, അഡൽട്സ് ഓഫ് ബോത്ത് സെക്സസ് അറ്റ്ലീസ്റ്റ് എന്താണ്, കൺസിസ്റ്റിംഗ് ഓഫ് അഡൽട്സ് ഓഫ് ബോത്ത് സെക്സസ് അറ്റ്ലീസ്റ്റ് 2 of them ഹാവിങ് സോഷ്യലി അപ്രൂവ്ഡ് സെക്ഷൽ റിലേഷൻഷിപ്പ്. അത് നമ്മൾ ഓൾറെഡി ക്ലിയർ ചെയ്തു. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ പാവൻ JP മെർഡോക്ക് എഴുതിയ പുള്ളി 10,250 കൂടുതൽ സൊസൈറ്റി പഠിച്ചു. നിങ്ങൾ പുള്ളിയുടെ അവസ്ഥ ആലോചിക്കണം. 250ൽ കൂടുതൽ സൊസൈറ്റീസ് അറൗണ്ട് ദ വേൾഡിനെ പുള്ളി പഠിച്ചു. ഓക്കെ, പല ട്രൈബൽ സൊസൈറ്റീസ്, മേജർ ഈ ഇന്ത്യൻ സൊസൈറ്റി, അമേരിക്കൻ സൊസൈറ്റി എന്നൊക്കെ പറയുന്ന എല്ലാം കൂടി കൂട്ടിയിട്ട്. ഇത് കൂടാതെ പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ ഓരോ ഫാമിലിനെയും എടുത്ത് അതിൻ്റെ നേച്ചറൊക്കെ പഠിച്ചതിന് ശേഷം പുള്ളി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ ഒരു ഡെഫിനിഷനാണ്, അല്ലേ. പുള്ളിയുടെ ഈ ഡെഫിനിഷന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇന്ന് എന്തല്ല, തീരെ പ്രസക്തമല്ല. That shows the level of changes that have happened in the concept of family over a period of time. അങ്ങനെ എഴുതുന്ന റെലവൻ്റ് അല്ലേന്ന് ചോദിച്ചാൽ അല്ലെങ്കിലും JP മെർഡോക്കിൻ്റെ അടുത്തുള്ള ഒരു റെസ്പെക്റ്റിൻ്റെ സൂചകമായി നമ്മൾ ഇന്നും ആ ഡെഫിനിഷൻ എഴുതി പുള്ളി. കാരണം നമ്മളിപ്പോൾ തിയററ്റിക്കലി നോക്കുമ്പം ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, അറ്റ്ലീസ്റ്റ് UPSC പേപ്പറിലെങ്കിലും പുള്ളിയുടെ ഡെഫിനിഷൻ നമുക്ക് എഴുതാം. മനസ്സിലായോ? അത് കുഴപ്പമില്ല, അത് തിയററ്റിക്കൽ ബേസിൽ അതിനെ മോശം പറയില്ല. വേണമെങ്കിൽ ബ്രാക്കറ്റിൽ അവസാനം എഴുതാം, നോട്ട് റെലവൻറ്റ് ടുഡേ. ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ആൻ ഇഷ്യൂ. നിങ്ങൾക്ക് ആ JP മെർഡോക്കിൻ്റെ ഡെഫിനിഷൻ ആസ് സച്ച് എഴുതാം. ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഐഡിയ മനസ്സിലായോ? അപ്പം നമ്മളിവിടെ ഇനി ആലോചിക്കേണ്ടത് ഫാമിലി ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ ചേഞ്ചസ് ആണോ ഓവർ ദ പീരിയഡ് വന്നത് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ. നമ്മളിപ്പോൾ പറഞ്ഞു കുറേ ചേഞ്ചസ് വന്നു, ഒരു പ്രോപ്പർ ഡെഫിനിഷൻ പോലും ഇല്ലാത്തൊരവസ്ഥയാണ്, വളരെ ബ്രോഡ് ബേസ്ഡ് ആയി, അല്ലേ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ രണ്ടാൾക്കാർ ഒരുമിച്ച് താമസിക്കുന്നു ആൻഡ് അതിനൊരു ലീഗൽ ഓർ സോഷ്യൽ വാലിഡിറ്റി. പിന്നെ ഇപ്പോൾ ലീഗൽ ആക്സെപ്റ്റൻസിൻ്റെ കാര്യത്തിലും പ്രശ്നമുണ്ട്. കാരണം സെയിം സെക്സ് മാരേജസ് ആർ നോട്ട് ലീഗലി ആക്സെപ്റ്റഡ് ഇൻ ഇന്ത്യ ബട്ട് ഇറ്റ് ഇസ് സ്റ്റിൽ കൺസിഡേർഡ് ആസ് ഫാമിലി. ഇനി സോഷ്യൽ ആക്സെപ്റ്റൻസിൻ്റെ കാര്യത്തിലും പ്രശ്നമുണ്ട്. ലിവ് ഇൻ റിലേഷൻഷിപ്സ് ആർ നോട്ട് സോഷ്യലി ആക്സെപ്റ്റഡ് ഇൻ ഇന്ത്യ പക്ഷേ സ്റ്റിൽ ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് ഫാമിലി. അപ്പോൾ ഒന്നും നമുക്ക് അടുക്കാൻ പറ്റാത്ത അവസ്ഥ, എന്ത് പറഞ്ഞാലും തെറ്റും. അപ്പം എന്താണ് ഇത്രയും ചേഞ്ചസ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ വ്യൂ പോയിന്റിൽ ഫാമിലിയിൽ വന്നത്? ഇനി ഇഷ്ടം പോലെ പോയിന്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം കിട്ടും, ഓരോ ആളായിട്ട് പറയാം. ഒന്ന്, ഇൻഡിവിജ്വാലിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നു. ഞാൻ ആ പോയിന്റിനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അടുത്ത പോയിന്റ് എടുക്കാം. എന്താണ് ഇൻഡിവിജ്വാലിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നു എന്ന് പറയുന്നത്? മറ്റൊരാളെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കല്യാണം കഴിക്കുന്ന, കറക്റ്റ്. അതെ. അപ്പം ഇതിനെയാണ് നമ്മൾ, ഇതൊക്കെ വെറുതെ നോട്ട് ചെയ്തു, കുറച്ച് രസകരമായ കുറച്ച് കോൺസെപ്റ്റ്സ് ആണ്. യു ക്യാൻ നോട്ട് ഡൗൺ അബൌട്ട് എ കോൺസെപ്റ്റ് നോൺ ആസ് പ്യുവർ റിലേഷൻഷിപ്പ്. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പവിത്രമായ റിലേഷൻ എന്നാണ്, പക്ഷെ അതല്ല. പ്യുവർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഓഫ് ആന്റണി ഗിഡൻസ്.
ഓക്കെ, ഈ പ്യുവർ റിലേഷൻഷിപ്പിൽ ആന്റണി ഗിഡൻസ് പറയുന്നത് നൗ ഇൻക്രീസിംഗ്ലി ആസ് റൈറ്റ്ലി മെൻഷൻഡ് ഹിയർ മാരേജസ് എന്ന് പറയുന്നത് ഹാവ് ബിക്കം ഒരു ഹൈലി ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ നീഡ്സിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു കൈൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുകയാണ്. ഓക്കെ, മീനിങ് ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഇൻ പ്യുവർ റിലേഷൻഷിപ്പ് ഈ സേസ് ദാറ്റ് എ പേഴ്സൺ വിൽ സ്റ്റേ ഇൻ എ റിലേഷൻഷിപ്പ് ആസ് ലോങ് ആസ് ദാറ്റ് റിലേഷൻഷിപ്പ് ഫുൾഫിൽസ് സർട്ടൻ ഫങ്ഷൻസ് ഫോർ ദാറ്റ് ഇൻഡിവിജ്വൽ. എനിക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് ആ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നത് വരെ മാത്രമേ ഞാൻ ആ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുള്ളൂ. ആസ് ആൻഡ് വെൻ ഐ ഫീൽ ദാറ്റ് ആ റിലേഷൻഷിപ്പിനെ കൊണ്ട് എനിക്കൊന്നും കിട്ടുന്നില്ല, ആ റിലേഷൻഷിപ്പിനെ കൊണ്ട് വലിയ ഒരു ബെനിഫിറ്റ്സ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല, ഇമോഷണലി ഇല്ല ഓർ ഇനി അതർ മീൻസിൽ എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ അടുത്ത ചിന്തിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാം, അടുത്ത എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പാർക്കൊക്കെ കിട്ടുന്ന ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിലേക്ക് എന്ത് ചെയ്യാം, പോവാം. ഇതാണ് കോൺസെപ്റ്റ് ഓഫ് പ്യുവർ റിലേഷൻഷിപ്പ്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞ പവിത്രമായ റിലേഷൻഷിപ്പ് എന്നല്ല ഇത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ദ ടേം പ്യുവർ ഇസ് യൂസ്ഡ് ബിക്കോസ് there are no other social or religious pressure when it comes to a relationship. പ്യുവർലി ആ ഇൻഡിവിജ്വലിൻ്റെ ചോയ്സും ഇൻഡിവിജ്വലിന് അതിനെ കൊണ്ട് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ടൈപ്പ് ഓഫ് ഫാമിലീസിൽ നോക്കുന്നത്. അതിൻ്റെ മനസ്സിലായോ? ഇപ്പോൾ ആന്റണി ഗിഡൻസിൻ്റെ പ്യുവർ റിലേഷൻഷിപ്പ് ഇറ്റ് മീൻസ് a person will stay in a relationship as long as it provides certain benefits or functions for that individual. ആസ് ആൻഡ് വെൻ അതിനകത്ത് ഒരു ഫങ്ഷണൽ ഓർ ബെനിഫിഷ്യൽ എലിമെന്റ് ഇല്ലെങ്കിൽ, അത് ഈ ഫങ്ഷണൽ ഓർ ബെനിഫിഷ്യൽ നമ്മൾ പറയുമ്പോൾ ബ്രോഡ് സെൻസിലാണ്. ഇറ്റ് ക്യാൻ ബി ഇമോഷണൽ, അല്ലെ, ഇറ്റ് ക്യാൻ ബി ഫിനാൻഷ്യൽ ഓർ ഇൻ എനി മീൻസ് ഓർ ഫിസിക്കൽ ആയിരിക്കാം. ഇതൊന്നും കിട്ടാതിരിക്കുമ്പോൾ ആ പേഴ്സൺ ആ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കും. ഇത് തന്നെയാണ് നമ്മൾ ആ ഒരു ഹൈലി ഇൻഡിവിജ്വലിസ്റ്റിക് ആവുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ആംഗിൾ. റൈറ്റ്, ആ രണ്ടുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇഷ്ടമല്ല, അതിൽ ഓരോ വ്യക്തികളുടെയും ഇഷ്ടമാണ്. റൈറ്റ്, ഇനി അടുത്തെന്ത് പറയാം? ഫാമിലീസ് കൂടുതലും ന്യൂക്ലിയർ ഫാമിലീസ് ആവുന്നു. പണ്ട് കൂടുതൽ എന്തായിരുന്നു? ജോയിന്റ് ഓർ എക്സ്റ്റെൻഡഡ് ഫാമിലീസ് ആണ്. ഇന്ന് ഫാമിലീസ് ആർ ഇൻക്രീസിംഗ്ലി ബിക്കമിങ് ന്യൂക്ലിയർ. അത് പറയാം. ഇനി അടുത്തത് വേറെന്തൊക്കെ ചേഞ്ചസാ? ഫിനാൻഷ്യൽ ഓട്ടോണമി പറയാം. ഫൈനാൻഷ്യൽ ഓട്ടോണമി, അത് ബേസിക്കലി ആ ഫൈനാൻഷ്യൽ ഓട്ടോണമി എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവിൽ നിന്നാണോ അല്ല ഓവറോൾ? ബോത്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇക്കണോമിക് ആംഗിളിൻ്റെ ഒരു ആസ്പെക്ട് പറയാം. ദാറ്റ് ഫാമിലി ഓർ മാരേജ്, അതിനകത്ത് ഒരു ഇക്കണോമിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇസ് നോ ലോങ്ങർ ആൻ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓർ ഫങ്ഷൻ ഓഫ് ഫാമിലി എന്നുള്ളത് പറയാം. റാദർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് ആൾക്കാർ വെൻ കംസ് ടു ഫാമിലി. ഇതിനകത്ത് കുറച്ചും കൂടി ഒരു ജെൻഡറിൻ്റെ ആംഗിളും നിങ്ങൾക്ക് കൊണ്ടുവരാം. ബിക്കോസ് പഴയ പോലെയല്ല, ഫാമിലീസിനകത്ത് അതോറിറ്റി സ്ട്രക്ചറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല, വരുന്നുണ്ട്, അല്ലേ? ഇപ്പോഴും കംപ്ലീറ്റ് ആയി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. മോസ്റ്റ്ലി ഫാമിലീസ് ആർ ഏർലിയർ ടൈംസ് മോസ്റ്റ്ലി പാട്രിയാർക്കൽ ഫാമിലീസ് ആണ്, വേർ മൊത്തം അതോറിറ്റി റെസ്റ്റഡ് വിത്ത് ദാറ്റ് ഓഫ് ദ മെയിൻ. പക്ഷെ നൗ കൂടുതലും ഇഗാലിറ്റേറിയൻ ഫാമിലീസ് നമ്മൾ പറയും. ഈ ഇഗാലിറ്റേറിയൻ എന്ന് പറയുന്നത് ഈക്വൽ ഫാമിലീസ് എന്നുള്ള രീതിയിലാണ്. അതോറിറ്റി ലൈസ് വിത്ത് ബോത്ത് മെയിൽ ആസ് വെൽ ആസ് ഫീമെയിൽ. അപ്പോൾ അതോറിറ്റി സ്ട്രക്ചറിൽ ചേഞ്ച് വന്നു. Now this egalitarian aspect ആയിട്ട് we can connect the financial autonomy. ജെൻഡർ റോൾസിലുള്ള ചേഞ്ചസ് പറയാം. ദാറ്റ് ഓൾസോ ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇഗാലിറ്റേറിയൻ ഫാമിലീസ്. പണ്ട് ജെൻഡർ റോൾസ് എന്താണ്? മെയിൽ ആസ് ബ്രെഡ് വിന്നർ, അല്ലെ, ഫീമെയിൽ ആസ് ഹോം മേക്കർ. പക്ഷെ ഇപ്പൊ എന്താണ്? ബോത്ത് ആർ പെർഫോമിങ് ഈ പറയുന്ന ഹോം മേക്കർ ഫങ്ഷൻസ് ആസ് വെൽ ആസ് ബ്രെഡ് വിന്നർ ഫങ്ഷൻസ്. ക്ലിയർ? അപ്പൊ അത് നമുക്ക് പറയാം. ദെൻ ഫാമിലിയിലുള്ള സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു തുടങ്ങി, ഡിവോഴ്സ് റേറ്റ് കൂടി. എന്തുകൊണ്ട് ഡിവോഴ്സ് റേറ്റ് കൂടുന്നു? അടുത്ത ചോദ്യം. ആ ആ ആ ആ അതൊന്നും നമ്മൾ പറഞ്ഞ ഇൻഡിവിജ്വലിസത്തിന്റെ കാര്യം പറയാം. ഇത് കൂടാതെ ഡിവോഴ്സ് കൂടാനുള്ള വേറെയും കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ട്രസ്റ്റ്
മനസ്സിലായി. വി ഫെയിൽ ടു ക്രിയേറ്റ് എ സൊസൈറ്റി ഓഫ് ഇൻഡിപെൻഡൻറ്റ് മെൻ, ആ ഒരു ആംഗിൾ. യു ക്യാൻ മെൻഷൻ. ഇപ്പം ജെൻഡേർഡ് എക്സ്പീരിയൻസസ് നമുക്ക് പറയാം അതിന്. ഇതൊക്കെ ഞാൻ ഈ ടേംസ് ഒക്കെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഇതൊക്കെ പിന്നീട് പല സ്ഥലങ്ങളിലും ആവശ്യം വരും. സോഷ്യോളജിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്ന ടേംസ് ഒക്കെ പല ഭാഗങ്ങളിലും പല പോർഷൻസിലും നമുക്ക് യൂസ് ചെയ്യാം. ജെൻഡേർഡ് എക്സ്പീരിയൻസ്. സോ നമ്മളിപ്പം ചേഞ്ചസ് ഇൻ ഫാമിലിയിൽ നിന്ന് കുറച്ചും കൂടി ഡിവോഴ്സ് റേറ്റിൻ്റെ ആംഗിളിലാണ്. അതിനകത്ത് എന്തുകൊണ്ട് ഡിവോഴ്സ് റേറ്റ് കൂടുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് പ്യുവർ റിലേഷൻഷിപ്പ് പറയാം. ആൾക്കാർക്ക് പെട്ടെന്ന് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാം, മടുക്കാം, ഇഫ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് എനി ബെനിഫിറ്റ്. രണ്ടാമത്തത് ഈ ജെൻഡേർഡ് എക്സ്പീരിയൻസ് ആണ്. വെൻ ഇറ്റ് കംസ് ടു ദാറ്റ് ഓഫ് ഫാമിലി, അല്ലേ, ഒരു ഫാമിലി എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് മെയിലിന് ഉണ്ടാവുന്ന എക്സ്പീരിയൻസും ഫീമെയിലിന് ഉണ്ടാവുന്ന എക്സ്പീരിയൻസും സെയിം ആണോ? അല്ല. മെയിലിന് ഫാമിലി എന്ന് പറയുന്ന കൺവീനിയൻസ് ആണെങ്കിൽ ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ബേർഡൻ ആണ്, ഇത് തലവേദനയാണ്, അല്ലേ? കാരണം എന്താണ്? ഈ ഫാമിലിയിൽ റെസ്പോൺസിബിലിറ്റീസ് കൂടുതലും ആരുടെ തലയിലാണ്? വിമൻ്റെ തലയിലാണ്. ടേക്കിംഗ് ഈ കെയർ ഫങ്ഷൻസ് ഓഫ് ഫാമിലി, റൈറ്റ്? അപ്പം അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ വിമന് ഫിനാൻഷ്യൽ ഓട്ടോണമി ഇല്ലാത്തത് കൊണ്ട് ഇവൺ ദോ ജെൻഡേർഡ് എക്സ്പീരിയൻസസ് അവർക്ക് ഫേവറബിൾ അല്ലെങ്കിലും മാരേജിലും ഫാമിലിയിലും they still try to hold on with the marriage. Now as they get financial autonomy, ഇത്ര തരത്തിലുള്ള ജെൻഡേർഡ് എക്സ്പീരിയൻസസ് ഫേസ് ചെയ്യുന്ന ഫാമിലീസിൽ നിന്ന് they are ready to quit, റൈറ്റ്? അപ്പം അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിവോഴ്സ് റേറ്റ്സ് കൂടുന്നു. അപ്പം ജെൻഡേർഡ് എക്സ്പീരിയൻസസും വിമന് വന്നിരിക്കുന്ന ഫിനാൻഷ്യൽ ഓട്ടോണമിയും ആർ ഹെൽപ്പിംഗ് ദം ടു വാക്ക് ഔട്ട് ഓഫ് റിലേഷൻഷിപ്സ് ദാറ്റ് ആർ ആക്ച്വലി എ ബേർഡൻ ഫോർ ദം, അല്ലേ? ഇനി ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന വേറെയും കുറച്ച് ഫാക്ടേഴ്സ് സൊസൈറ്റിയിൽ വന്നു. എന്താണ്? ഒന്ന്, നമ്മുടെ സൊസൈറ്റി ഇപ്പം പഴയ പോലെ ഡിവോഴ്സിന് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, ഒരു ടാബു ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, അല്ലേ? രണ്ടാമത്തെ, നമ്മളെ ലീഗൽ സിസ്റ്റം ഇപ്പം എന്താണ്? കുറേയും കൂടി ഡിവോഴ്സിനെ സപ്പോർട്ട് ഈസിയർ ആക്കി. പഴയ പോലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ല, ഈസിയർ ആയിട്ടുള്ള ഡിവോഴ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ റീസൺസ് ഫോർ ആ ഒരു ആംഗിളിൽ പറയാം. ഇനി അടുത്തതാണ് സോഷ്യൽ മീഡിയ. എന്താണ് സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയനെ കുറിച്ച് പറയുമ്പം അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഹൈപ്പർ റിയാലിറ്റീനെ കുറിച്ച് പറയണം. ഓക്കെ, ഇതിന്റെ തിങ്കറിന്റെ പേര് നമുക്ക് പിന്നെ പഠിക്കാം. ബോട്ടിലാഡ് എന്ന് പറയുന്ന തിങ്കറിന്റെ ആണ് ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ബട്ട് വി വിൽ ലേൺ അബൌട്ട് ദിസ് ലേറ്റർ. ഇപ്പം ജസ്റ്റ് ആ കോൺസെപ്റ്റ് ഓർത്ത് വെക്കുക, ഹൈപ്പർ റിയാലിറ്റി. എന്താണ് സോഷ്യൽ മീഡിയ ആൻഡ് ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്നത്? ബേസിക്കലി യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മളിപ്പം ജീവിക്കുന്ന ഒരു വേൾഡ്, ഓക്കെ, എന്ന് പറയുന്നത് റിയാലിറ്റിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഹൈപ്പർ റിയൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്, എസ്പെഷ്യലി ഇൻ സോഷ്യൽ മീഡിയ. ഇത് നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ റിയാലിറ്റി ആണെന്ന് വിചാരിക്കുന്നത് ശരിക്കും റിയാലിറ്റി ആണോ? അല്ല, മറിച്ച് എന്താണ്? ഫേക്ക് ആണ്. ഫേക്ക് ഓർ ഹൈപ്പർ റിയൽ ആണ്, അല്ലേ? ഇപ്പം ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയും സോഷ്യോളജിയിലെ കോൺസെപ്റ്റ്സും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. നിങ്ങൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ഒരു വേറെ തന്നെ ഉള്ളൊരു പ്രസന്റേഷനാണ്. വേർ ജീവനില്ലാത്തൊരു റോബോട്ടിനെ ആ പെർട്ടിക്കുലർ സിനിമയിൽ സുരാജിന്റെ ക്യാരക്ടർ എന്ത് ചെയ്യുന്നു? അതിനെ സ്വന്തം മകനായിട്ട് കൺസിഡർ ചെയ്യുന്നു, അല്ലേ? അതൊരു ഹൈപ്പർ റിയൽ അല്ലേ? ഇറ്റ്സ് ആക്ച്വലി നോട്ട് ഹിസ് സൺ, അല്ലേ? അത് വെറും ഒരു മെഷീൻ മാത്രമാണ്. ബട്ട് ഹി സ്റ്റാർട്ടഡ് കൺസിഡറിങ് ഇറ്റ് ആസ് ഹിസ് ഓൺ സൺ. അതിനെ പോയിട്ട് മറ്റേ ജാതകം എഴുതുന്നു, അല്ലേ? കുളിപ്പിക്കുന്നു, തല തോർത്തുന്നു, അല്ലേ? അപ്പോൾ അതെന്താ സംഭവം? നമ്മൾ റിയാലിറ്റി എന്ന് മാറി ഒരു നമ്മളെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യപ്പെടുന്ന ഒരു ഹൈപ്പർ റിയാലിറ്റിയിലേക്ക് നമ്മളെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മളെ കാഴ്ചപ്പാടുകളെ നമ്മൾ മാറ്റുന്നു എന്നുള്ളതാണ്. വി ബിലീവ് വാട്ട് എവർ വി സീ ഇൻ സോഷ്യൽ മീഡിയ ടു ബി റിയൽ ആൻഡ് വി ട്രൈ ടു ആസ്പയർ ഫോർ ദാറ്റ്, അല്ലേ? ഇപ്പോൾ ചില ആൾക്കാരുടെ സോഷ്യൽ മീഡിയയിലെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പം അവരുടെ ലൈഫ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര, അപ്പം നമുക്ക് രണ്ട് കാര്യം ഉണ്ടാവും. ഒന്ന്, സങ്കടം. ഓക്കെ, അതാണ് റിലേറ്റീവ് ഡിപ്രവേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ, അത് സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് പറയാം, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഇൻക്രീസിങ് റിലേറ്റീവ് ഡിപ്രവേഷൻ. എന്താണ് റിലേറ്റീവ് ഡിപ്രവേഷൻ? മറ്റുള്ളവർക്ക് കിട്ടുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടുന്നില്ല എന്നുള്ള തോന്നലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലേറ്റീവ് ഡിപ്രവേഷൻ. സോഷ്യൽ മീഡിയ ഈ ഒരു ഫീലിംഗ് ഓഫ് റിലേറ്റീവ് ഡിപ്രവേഷനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ട്രിഗർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്.
അതെന്തുകൊണ്ട് ട്രിഗർ ആവുന്നു? ഹൈപ്പർ റിയാലിറ്റി അല്ലേ? ഇപ്പം എൻ്റെ അടുത്ത് നല്ലൊരു ക്യാമറയും കുറച്ച് സംഭവങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട രീതിയിൽ, എൻ്റെ ഒരു ലൈഫ് ഇങ്ങനെയാണെന്ന് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ കുറേ സംഭവങ്ങൾ ചെയ്തു വെക്കാം. അത് കാണുന്ന ഒരാൾക്ക് എന്ത് തോന്നും? ഇതൊക്കെ എൻ്റെ ലൈഫിൽ റിയൽ ആയിട്ട് നടക്കുന്ന കാര്യമായിട്ട് തോന്നാം. അപ്പം അതിനകത്ത് നിന്ന് എനിക്ക് എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് കിട്ടുന്നത്? വാലിഡേഷൻ. ഓക്കെ അല്ലേ? ശരിക്കും നമ്മൾ ഇതിനെ ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആണ്. ഇത് സോഷ്യോളജിയിൽ ഭയങ്കര ഒരു ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇങ്ങനെയുള്ള പോസ്റ്റ് ചെയ്യുന്നതിന്റെ റീസൺ, സോഷ്യൽ മീഡിയയിലെ കൂടി നമ്മൾ ഒരു ഐഡന്റിറ്റി ക്രിയേഷൻ നടത്തുന്നുണ്ട് അല്ലേ? നമ്മൾക്ക് മറ്റുള്ളവർ നമ്മൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കണം. ആ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിലൂടെ ആൾക്കാർ ചെയ്യുന്നു. ആ ഐഡന്റിറ്റി ക്രിയേഷനാണ് അവർ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ചെയ്യുന്നതും. അതുവഴി അവർക്ക് എന്ത് കിട്ടുന്നു? വാലിഡേഷൻ കിട്ടുന്നു ഇൻ ദ ഫോം ഓഫ് ലൈക്സ്, ഫോളോസ് എക്സെട്ര. ഓക്കെ, ഇത് കണക്റ്റഡ് ആണ്, ഐഡന്റിറ്റി ക്രിയേഷൻ ആൻഡ് ഈ പറയുന്ന വാലിഡേഷൻ. പക്ഷെ ഇത് കാണുന്ന ഒരു വ്യൂവറിന് എന്താണ് വരുന്നത്? റിലേറ്റീവ് ഡിപ്രവേഷൻ. ദേ വിൽ സ്റ്റാർട്ട് തിങ്കിങ് ദാറ്റ് എല്ലാവരുടെയും ലൈഫ് ഇങ്ങനെയാണ്, എൻ്റെ മാത്രമേ ഉള്ളൂ ഉയർന്ന ചിന്താഗതിയും ജീവിതവും. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ നമ്മൾ എക്സ്പെക്ടേഷൻസ് റോങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങും. റൈറ്റ്? ഇപ്പൊ എൻ്റെ ലൈഫിൽ എന്ത് നേടണം എന്നുള്ളതിൻ്റെ ട്രൂ ആയിട്ട് എനിക്ക് നേടേണ്ട കാര്യങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എൻ്റെ എക്സ്പെക്ടേഷൻ. ദാറ്റ് ഐ നീഡ് ടു ഗെറ്റ് ദെയർ, ദാറ്റ് വിൽ ബിക്കം മൈ ആസ്പിറേഷൻ. ഈ സെയിം സംഭവം ഇവിടെ നടക്കുന്നുണ്ട്, മാരേജിൽ നടക്കുന്നു. ഓക്കെ, കല്യാണം കഴിഞ്ഞ് നമ്മൾ സമാധാനത്തോടെ ജീവിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട് കല്യാണം കഴിയുന്നു, ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് പോകുന്നു, എല്ലാ കൊല്ലവും ഫോറിൻ ട്രിപ്സ് ഒക്കെ നടത്തുന്നു. അപ്പൊ നമ്മളെ ഉള്ളിൽ ഉണ്ടാവുന്ന എന്താ? കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ട്രിപ്പൊക്കെ പോകണം, പക്ഷെ നമ്മളിവിടെ തമ്പാനൂര്, ചാല അങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും? ഒരു റിലേറ്റീവ് ഡിപ്രവേഷനും അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ എക്സ്പെക്ടേഷൻസ് എന്താവും? അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ഫോം ചെയ്യാൻ തുടങ്ങും റിഗാർഡിങ് മാരേജ്. See, that happens not just after marriage, but it is said that even before marriage. എൻ്റെ മാരേജ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ആർ ദെയർ, എസ്പെഷ്യലി ഡ്യൂ ടു ദിസ് ഹൈപ്പർ റിയാലിറ്റി. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ്, ഇന്ന ഡ്രസ്, ഇന്ന സംഭവം, ഇതൊക്കെ ഒരു ഹൈപ്പർ റിയൽ വേൾഡ് ആണ്, വേർ വി ബിലീവ് അതാണ് റിയാലിറ്റി. ആസ് എ റിസൾട്ട് നമ്മൾ എക്സ്പെക്ടേഷൻസ് ആ ലെവലിൽ വെക്കും. അത് മീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ റിലേറ്റീവ് ഡിപ്രവേഷൻ, ദാറ്റ് വിൽ അൾട്ടിമേറ്റ്ലി ലീഡ് ടു ഫെയിലിയർ ഓഫ് മാരേജ്. ക്ലിയർ ആണോ? ഈ പോയിന്റ് നിങ്ങൾക്ക് പല സ്ഥലത്തും ഉപയോഗിക്കാം, നോട്ട് ജസ്റ്റ് ഇൻ ഫാമിലി ഓർ ഇൻക്രീസിങ് കേസസ് ഓഫ് ഇൻസ്റ്റെബിലിറ്റീസ് ഇൻ ഫാമിലി. ആയിട്ട് മനസ്സിലായോ? അപ്പം ഹൈപ്പർ റിയാലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. റിലേറ്റീവ് ഡിപ്രവേഷൻ, പ്യുവർ റിലേഷൻഷിപ്പ്, ഓൾ ദോസ് തിങ്സ്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതുവരെയുള്ള സംഭവങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ശരിക്കും ഉണ്ട്. കാരണം നമ്മളെ ലീഗൽ സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ ചേഞ്ചിനെ അതേ പോയിന്റിൽ തന്നെ എന്ത് ചെയ്യണമെന്നില്ല, ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്നില്ല. ദർ ഈസ് എ ലാഗ് ബിറ്റ്വീൻ ഈ പറയുന്ന ചേഞ്ചസ് ഇൻ വൈഡർ സൊസൈറ്റി ആൻഡ് ലീഗൽ സിസ്റ്റം അഡോപ്റ്റിംഗ് സച്ച് ചേഞ്ചസ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നോട്ട് ജസ്റ്റ് ഇൻ കേസ് ഓഫ് ഈ പറയുന്ന ഇപ്പം മാരിറ്റൽ റേപ്പിൻ്റെ കേസിലാണെങ്കിലും നമ്മളെ ലീഗൽ സിസ്റ്റം ഒരുപാട് പുറകിലാണ് നിൽക്കുന്നത്. ഈവൻ അഡൽട്ടറിയുടെ കേസിലാണെങ്കിലും ലീഗൽ സിസ്റ്റം കുറേ ബാക്കിലാണ്. റീസെൻ്റ്ലി ആയിട്ടാണ് അഡൽട്ടറി ആക്ച്വലി ഒരു ക്രിമിനൽ ഒഫൻസ് എന്ന് മാറ്റുക എന്തൊക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ലീഗൽ സിസ്റ്റം എപ്പോഴും സൊസൈറ്റി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതേ സ്പീഡിൽ മൂവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് സത്യം. ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. ഇത് നമുക്ക് കൾച്ചറൽ ലാഗ് എന്നൊക്കെ ഉള്ള ഒരു ടേം ഉണ്ട് സോഷ്യോളജിയിൽ തന്നെ, അതായിട്ട് വേണമെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും?
ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ താങ്ക് യു. Can we include our subjective opinions? See, it is better not to include your subjective opinions. It's always better to go with ഇങ്ങനെയുള്ള സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ്. ഇപ്പോൾ തിയറീസ് മാത്രമല്ല, സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് വെച്ച് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താങ്ക് യു, ബൈ ബൈ.